ശക്തമായിട്ട് ദൈവത്തെ സ്തുതിച്ചേ. സ്തോത്രം. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് നമുക്കായി ഒരുക്കി തന്ന ഈ അനുഗ്രഹപ്പെട്ട പകലിനെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. അനേകർ ഈ പകൽ ആഗ്രഹിച്ചിട്ടും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ, ഈ പകൽ കാണാതെ മാറ്റപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് ആരോഗ്യം ബലവും ആയുസ്സും നൽകി ദൈവം നമ്മളെ കൊണ്ടുവന്ന് ദൈവത്തിന്റെ സന്നി ദൈവമക്കളായിട്ട് നമ്മളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് എന്തുണ്ട്? ഒരു വലിയ പദ്ധതിയുണ്ട്. ഇന്ന് പാടി നമ്മൾ ദൈവത്തെ സ്തുതിച്ചതുപോലെ ആമേൻ. എനിക്ക് എന്നെ തെരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എനിക്ക് എന്താണ് യോഗ്യതയുള്ളത്? ഒരു നിമിഷം ദൈവമക്കളും ചിന്തിച്ചു നോക്ക്. നമ്മളെ തെരഞ്ഞെടുപ്പാൻ, നമ്മളെ മാനിക്കുവാൻ നമുക്ക് എന്താണ് യോഗ്യതയുള്ളത്? നമ്മളെ യോഗ്യത വല്ലതാണോ? നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടാണോ? നമ്മളെ കഴിവ് കൊണ്ടാണോ? അങ്ങനെ എന്തെങ്കിലും എന്ന് പകലുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളഞ്ഞോണം. എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. എന്റെ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്, എന്റെ ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്, എന്റെ ദൈവത്തിന്റെ മനസ്സലിവ് കൊണ്ടാണ് ഞാൻ എവിടെ വന്നത്? എന്റെ ദൈവത്തിന്റെ സനി വന്നത്. എന്റെ കുടുംബത്തിനകത്ത്, അല്ലെങ്കിൽ ഞാൻ വസിക്കുന്ന ദേശത്തിനകത്ത്, ബന്ധുമിത്രാദിയുടെ മധ്യൻ, ദേശനിവാസിയുടെ മധ്യൻ എനിക്ക് എന്റെ കട്ടി കഴിവുള്ളവരുണ്ടായിരുന്നു. അവർക്കൊന്നും ലഭിക്കാത്ത ഭാഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ ദൈവത്തിന്റെ കൃപയാണ്, എന്റെ മേലുള്ള ദൈവത്തിന്റെ കൃപയാണ്. എന്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ആ ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും ചെയ്യാൻ പറ്റും, പ്രാപിക്കാൻ പറ്റും. സ്തോത്രം. ഞാൻ സ്തോത്രം ഒരു കർത്താവിന്റെ ദാസന്റെ അമയാളി സ്തോത്രം ഒരു സ്റ്റോറി ഞാൻ ആദ്യം പറയും, എന്നിട്ട് നമുക്ക് തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. രക്ഷസൈന്യം പള്ളി എന്ന് പറയുന്ന ഒരു സഭയുണ്ട്. ഈ സ്തോത്രം കോട്ടെല്ലാം ഇട്ട് ഇവിടെ വെള്ള ഉടുപ്പെല്ലാം ഇവിടെ ഇതെല്ലാം വെച്ചുകൊണ്ട് പോകുന്ന ഒരു സഭയുണ്ട്, രക്ഷസൈന്യം പള്ളി എന്നാണ്. അതിന്റെ സ്തോത്രം അതിന്റെ സ്ഥാപകരിൽ നിന്ന് അങ്ങ് സ്തോത്രം വിദേശത്താണ്. പ്രൈസ് ദി ലോർഡ്. സായിപ്പന്മാരാണ് അത് സ്ഥാപിച്ചത്. അവരുടെ നേരത്തെ തന്നെ ഇത് പോകുന്നത്, ഈ സഭ ഇപ്പോഴും പോകുന്നത്. സഭ ഒരുപാടുണ്ട്, സഭ പോകുന്നത്. സ്തോത്രം. ആ സഭ ഉണ്ടാക്കിയത്, ആ സഭയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് വില്യംസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. വില്യംസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ. അതിന്റെ ആ സ്ഥാപകൻ കഴിഞ്ഞിട്ട് രണ്ടാമതൊരു സ്ഥാപകൻ വന്നു. ആ സ്ഥാപകൻ രണ്ടാമത് വരുവാൻ കാരണമായതാണ് ഇന്നത്തെ പകലത്തെ നമ്മുടെ ചിന്ത. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ പദ്ധതി വന്നു. ഞങ്ങൾ കുറെ നേരം സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ ചരിത്രം ആ ദൈവദാസൻ പറഞ്ഞപ്പോൾ ഞാനും കുറെ നേരം ഒന്ന് ചിന്തിച്ചു. എനിക്കും നമ്മുടെ ചില പ്രാർത്ഥന വിഷയത്തിന്റെ മടുപ്പാവുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, മറുപടി കിട്ടാതിരിക്കുന്ന ചില വിഷയത്തിനകത്ത് ആ പ്രാർത്ഥന കേട്ടപ്പോൾ, ആ ദൈവദാസന്റെ ചരിത്രം കേട്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടുതൽ ബലപ്പെടാൻ തുടങ്ങി, ശക്തി പ്രാപിക്കാൻ തുടങ്ങി. കാര്യം ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നിശ്ചയമായി ആര് തരും? കർത്താവ് തരും എന്ന് ഉറപ്പ് പ്രാപിക്കാൻ പറ്റി. ആ ദൈവദാസന്റെ വീടിനകത്ത്, വില്യംസ് എന്ന് പറയുന്ന ദൈവദാസന്റെ വീടിനകത്ത് ആ ദൈവദാസന്റെ സഹായിയായി സ്തോത്രം ആ ദൈവദാസന്റെ ഭവനത്തിനകത്ത് താമസിക്കുന്ന ഒരാളുണ്ട്. ശമൂവേൽ വേറൊരു പേരോടുണ്ട്, ഒരു പേരോടുണ്ട്, മറന്നുപോയി. അങ്ങനെ കണ്ട പുള്ളിയുടെ പേര് ശമൂവേൽ എന്നാണ് ഫസ്റ്റ് പേര്. ഈ ദൈവദാസന്റെ ഈ വ്യക്തിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഈ ദൈവദാസന്റെ ഷൂ അല്ല, ഇംഗ്ലണ്ടിലാണ് ഷൂ എല്ലാം വെച്ചിരിക്കുന്ന റൂമിലാണ് ഈ ദൈവദാസൻ എന്ത് ചെയ്യുന്നത്? താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കി ഇദ്ദേഹത്തിന് വേണ്ട എല്ലാം ചെയ്ത് ആ റൂമിലാണ് ആര് താമസിക്കുന്നത്? ഈ ശമൂവേൽ എന്ന് പറയുന്ന ദൈവദാസൻ താമസിക്കുന്നത്. ഈ ഷൂ എല്ലാം തുടച്ചു വെക്കുക, ചെരുപ്പെല്ലാം തുടച്ചു വെക്കുക, ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ പണി. 16 വർഷം കാലം പുള്ളിക്കാരൻ ആ ദൈവദാസന്റെ ഷൂവും ആ ദൈവദാസന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അവിടുത്തെ ജോലി ചെയ്ത് അവിടുത്തെ ആ ദൈവദാസന് കീഴ്പ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അവിടെ വലിയൊരു കൺവെൻഷൻ മീറ്റിംഗ് ഈ വില്യംസ് എന്ന് പറഞ്ഞ ദൈവദാസൻ വെച്ചു.
വെളിയിൽ നിന്ന് അനേകം ശ്രേഷ്ഠമേറിയ ദൈവദാസന്മാരെ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കൺവെൻഷൻ വെച്ചു. ആ പ്രസംഗത്തിന് വിളിച്ചു. പ്രസംഗത്തിന്റെ തലേന്ന് ജനം ഒരുപാട് കൂടി മീറ്റിംഗ് എല്ലാം വലിയ ലെവലിൽ നിൽക്കുമ്പോൾ പ്രസംഗത്തിന്റെ ആ കൺവെൻഷൻ നടക്കുന്നതിന്റെ തലേന്ന് അന്ന് വിളിച്ചിരിക്കുന്ന ദൈവദാസൻ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ ഒരു വലിയ പ്രശ്നത്തിൽ ഇരിക്കുക, എനിക്ക് ആ മീറ്റിംഗ് തന്നെ ക്യാൻസൽ ചെയ്യണം. പുള്ളിക്കാരൻ പറഞ്ഞു, അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, പരസ്യം ചെയ്തു, ജനം വന്നിട്ടുണ്ട്, നാളെ ജനം ഒരുപാട് കൂടും, ഇത് ഒരുപാടടുത്ത് പരസ്യം ചെയ്തതാ, ഒരുപാട് പൈസ മുടക്കിയതാ, ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. പുള്ളി പറഞ്ഞു, എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ, എനിക്ക് വരാൻ പറ്റത്തില്ല, എന്നെ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ആകെ ഭയപ്പെട്ടു. വില്യംസ് എന്ന് പറഞ്ഞ ദൈവദാസൻ ഭയപ്പെട്ടു. പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ദൈവസഭയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ നാളെ ഞാൻ എന്ത് ചെയ്യും, മീറ്റിങ്ങിന് ആരെയാ വിളിക്കുന്നത്, ഞാൻ ആരെയാ മീറ്റിങ്ങിന് നീ കൊണ്ടുവരുന്നത്. ദൈവസഭയിൽ ആ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ആ ദൈവദാസന് രാത്രി വെളിപ്പെടുത്തി കൊടുത്തു, നാളെ കൺവെൻഷന് പ്രസംഗിക്കാൻ പോകുന്നത് നിന്റെ ഭവനത്തിൽ നിന്റെ ഷൂ തുടച്ചുകൊണ്ടിരിക്കുന്ന ശമൂവേലായിരിക്കും. പുള്ളി പറഞ്ഞ, കർത്താവേ അതെങ്ങനാ, അവനെന്തോ അറിയാം, മണ്ടനാവേ, അവനെ കൊണ്ട് ഒന്നും കൊള്ളത്തില്ല, അതുകൊണ്ട് അവനെ ഷൂ തുടക്കാൻ നിർത്തിയിരിക്കുന്നത്. അവൻ എന്തെങ്കിലും കഴിവുണ്ടായിരുന്നു, ഞാൻ ആ കഴിവിൽ അവനെ കയറ്റിവിട്ടേനെ. അവനൊരു കഴിവുമില്ല, അവനെ ഷൂ തുടക്കാൻ വേണ്ടി ഞാൻ ഇരുത്തിയേക്കുന്നത്, അവന് ഒരു കഴിവുമില്ലാത്ത വ്യക്തിയായതുകൊണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പുള്ളിയോട് പറഞ്ഞു, നാളെ പ്രസംഗിക്കുന്ന അവനുള്ള ദിവസമാണ് നാളെ. അവനെ പ്രസംഗത്തിന് കയറ്റിയ മാത്രം മതി. പിറ്റേ രാവിലെ ആയപ്പോ അതേ ഓടി വന്നിട്ട് അവനൊരു ഒരു ശമൂവേൽ ദേവദാസന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, സ്തോത്രം, നാളെ മെസ്സേജ് കൊടുക്കേണ്ടത്, ഇന്ന് വൈകിട്ട് മെസ്സേജ് കൊടുക്കേണ്ടത് നീയാ. ഞാനോ മെസ്സേജ് കൊടുക്കാനോ? എന്തോ ദേവദാസൻ പറയുന്നത്, എനിക്കതിനകത്ത് പ്രാർത്ഥിക്കാൻ പോലും എനിക്കറിയത്തില്ല, പ്രാർത്ഥിക്കാൻ പോലും അറിയാത്ത ഞാൻ ഇന്ന് രാത്രിയിലെ മെസ്സേജും അത് ഇത്രയും വലിയ കൺവെൻഷന് മെസ്സേജ് കൊടുക്കാൻ ഞാൻ ആരാണ്? അപ്പോഴ് വില്യംസ് എന്ന് പറഞ്ഞ ദൈവദാസൻ പറഞ്ഞു, ഒരിക്കലുമല്ല. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ ഇന്നെയാ പ്രസംഗിക്കാൻ, എന്റെ ഇഷ്ടത്തിലല്ല. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നിന്നെയാ ഇന്നത്തെ വൈകിട്ടത്തെ പ്രസംഗത്തിന് കേൾക്കേണ്ടത്, നീയാണ് പ്രസംഗിക്കേണ്ടത്, മെസ്സേജ് കൊടുക്കേണ്ടത്, നീ മെസ്സേജ് പറഞ്ഞേ പറ്റും. എന്നിട്ട് അവന്റെ അളവിന് വേണ്ട കോട്ട്, അളവിന് വേണ്ട ഷൂ എല്ലാം പോയി ചെന്ന് പുള്ളിക്കാരൻ മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്തു. ഇതെല്ലാം ഇട്ടിട്ട് വൈകിട്ട് കയറിക്കോണം. അങ്ങനെ പ്രസംഗത്തിന്റെ സ്റ്റേജിനകത്ത് ഇവരിയ്ക്കുമ്പോ പുള്ളിക്കാരൻ അനൗൺസ്മെന്റ് ചെയ്തു, ഇനി മെസ്സേജിന്റെ സമയമായി. ഇന്ന് മെസ്സേജ് പറയുന്നത് ശമൂവേൽ ദേവദാസനാണ്, ശമൂവേൽ സ്പ്രിംഗർ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയാണ് ഇന്നത്തെ വചനം സൂക്ഷിക്കാൻ പോകുന്നത്. ഇരിക്കുന്നവർക്കെല്ലാം ചിരിയാ തോന്നി, അറിയാവുന്നവർക്കെല്ലാം ചിരിയാ തോന്നി, പരിഹാസമാ തോന്നി. പുള്ളിക്കാരൻ എന്ത് പറ്റി, വില്യംസ് എന്ന് പറഞ്ഞ ദൈവദാസൻ എന്ത് പറ്റി, കാഴ്ചപ്പാടുള്ള ദൈവദാസൻ എന്ത് പറ്റി, ഇങ്ങനെ മണ്ടത്തരം കാണിക്കുന്നത് എന്തിനാ നല്ല ഓർത്തു. ശമൂവേൽ എന്ന് പറഞ്ഞ ദൈവദാസന് കൊടുത്ത് പുള്ളിക്കാരൻ വിറച്ചുകൊണ്ട് വന്ന് ബൈക്കെല്ലാം മേടിച്ചു നിന്ന് പുള്ളിക്കാരൻ പറയുന്നത്, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പുള്ളിക്കാരൻ പ്രാർത്ഥന തുടങ്ങി. മെസ്സേജ് തുടങ്ങുന്ന മുമ്പേ പുള്ളി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചില നിമിഷങ്ങൾ കഴിഞ്ഞു, പ്രാർത്ഥന നീണ്ടുപോയി. പ്രാർത്ഥനയെ കൊണ്ട് കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ കണ്ണു തുറന്നപ്പോ ഫ്രണ്ടിൽ ആരുമില്ല. പുള്ളിക്കാരൻ ഓർത്ത് പുള്ളിക്കാരനെ കണ്ടുകൊണ്ട് പോയതാ, ഫ്രണ്ടിൽ ആരുമില്ല. പിന്നെയും പുള്ളിക്കാരൻ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കണ്ണു തുറന്നു നോക്കി പറ്റുക, ഫ്രണ്ടിൽ കസാര ഇരുന്നവരെല്ലാം താഴെ മുട്ടിലിരിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. അത്രയ്ക്ക് ദൈവസാന്നിധ്യം അവരുടെ മേൽ വെളിപ്പെടുക. പുള്ളിക്കാരൻ ആദ്യം കണ്ണു തുറന്നപ്പോ കസാര മാത്രമേ ഉള്ളൂ, കസാരയ്ക്ക് താഴെ ഇരിക്കുന്ന ആളിനെ മനസ്സിലാക്കുന്നില്ല. അതുവരെ കസാര ഇരുന്നവരെല്ലാം കസാര ചാടി പുറത്തിറങ്ങി, അവൻ മുഴങ്കാല് മടക്കി. അന്ന് മുതൽ സ്തോത്രം ആ രക്ഷാസൈന്യത്തിന്റെ രണ്ടാമൻ സ്ഥാനത്ത് വന്ന വ്യക്തിയാണ് ശമൂവേൽ എന്ന് പറയുന്ന ദൈവദാസൻ. ഷൂ തുടക്കായിരുന്ന ആളാണ്, പരാതിയൊന്നുമില്ല. 16 വർഷം, 1-2 വർഷം അല്ല, 16 വർഷം ഷൂ തുടക്കാനിരുന്ന് പരാതിയില്ല. അവസരം കിട്ടിയിട്ട് പോലും വേണ്ടാന്ന് പറഞ്ഞ് മാറി. ദൈവം മാനിച്ചു.
അതേപോലെ ദൈവമക്കളെ നമ്മളെ ഓരോരുത്തരെയും ദൈവം മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മളെ മേൽ കിടക്കുന്ന ദൂതുണ്ട്, നമ്മളെ കിടക്കുന്ന ആലോചനയുണ്ട്. ഇന്ന് നമ്മളെ കുടുംബക്കാർ, ചാർച്ചക്കാർ, ബന്ധുക്കൾ, നമ്മളെ ചുറ്റുവട്ടമുള്ളവരെല്ലാം പലപ്പോഴും നമ്മളെ പരിഹസിച്ചും അപമാനിച്ചും നിന്ദിച്ചും എല്ലാം മാറ്റി നിർത്തി കാണും. നീ ഭാരപ്പെട്ടു പോലെ ഈ മാറ്റി നിർത്തലോ, ഈ നിന്ന വാക്കിലോ, പരിഹാസ വാക്കിലോ നിന്റെ ദൂത് താന്നു പോത്തില്ല. അവിടെ നിന്റെ ദൂത് പൊങ്ങി വരത്തേ ഉള്ളൂ. ഇന്ന് പകൽ തിരിച്ചറിയും, ദൂത് കേട്ടതാ നീ എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നീ പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട്. നിന്നെ ആർക്കും മുൻവിധിച്ചിടുവാൻ കഴിയത്തില്ല. നിന്റെ കുടുംബത്തെ ഒരിക്കലും മുൻവിധിച്ചിടുവാൻ കഴിയത്തില്ല. ഒരുത്തനും ഒരു മുൻവിധിയുടെ വാക്കിനകത്ത് നിന്റെ കുടുംബത്തെ തകർക്കുവാൻ കഴിയത്തില്ല. കാര്യം ആ മുൻവിധികളെല്ലാം തകർത്തു മാറ്റിക്കൊണ്ട്, ആ മുൻവിധികളെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് യേശു ഒരു ദിവസം നിന്നെ പുറത്തു കൊണ്ടുവരും. ഇന്ന് പകൽ നീ വിശ്വസിക്കുന്നുണ്ടോ? കാലങ്ങളും വർഷങ്ങളും മാസങ്ങളും പറഞ്ഞ് പരാതി പറയാതെ ഇന്ന് ദൈവസന്നിധി വിശ്വസയോടെ ഏൽപ്പിന്. കാലങ്ങളും മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളും കഴിഞ്ഞാലും എന്റെ യേശു എന്നെ പുറത്തു കൊണ്ടുവരുന്ന ദിവസമുണ്ട്. അന്നെന്റെ അവസ്ഥ മാറും. അന്നെന്നെ നിന്ദിച്ചവരും പരിഹസിച്ചവരുടെ നാമം തിരിച്ചു പറയുന്ന ഒരു ദിവസം ഉണ്ടാവും. അവരെന്നെ കുറിച്ച് സ്തുതിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അവരെന്നെ ഉയർത്തുന്ന ഒരു ദിവസം ഉണ്ടാവും. കാരണം യേശു അപ്പത്തിന എന്നെ എന്റെ കുടുംബത്തെ കുറിച്ച് ദൂത് പറഞ്ഞിരിക്കുന്നത്. എന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ട്, എന്റെ തലമുറയോട് ദൂത് പറഞ്ഞിട്ടുണ്ട്. മാസങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും ആഴ്ചകൾ കഴിഞ്ഞാലും മണിക്കൂറുകൾ കഴിഞ്ഞാലും എന്റെ ദൈവം മറക്കത്തില്ല. പലപ്പോഴും ദൂത് മറന്നു പോകുന്നത് ഞാനാ. അപ്പൊ ദൈവം ഒരിക്കലും ദൂത് മറന്നു പോകുന്നില്ല. കാര്യം ദൂത് എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായ ദൂതിനകത്ത് മറുപടി യേശു തരും. ഇന്ന് പകല് പ്രിയ ദൈവമേതലെ നീ ഒന്ന് ചിന്തിക്ക്. അപ്പാ പിതാവേ, രക്ഷസൈന പള്ളിക്കകത്ത് ഇന്ന് രണ്ടാം സ്ഥാനത്ത് ആ ഷൂ തുടച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസനെ ദൈവം കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി എന്നെ നിങ്ങൾ ദൈവം കൊണ്ടിരുത്ത്. കാര്യം അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ യേശുവിനെ വിളിച്ചതകത്ത്. ഒരുവന്റെ മുൻവിധിക്കാത്തും എന്റെ കുടുംബം തകർന്നു പോകത്തില്ല. ഇന്ന് പകലൊന്ന് വിശ്വസിക്കുക. ഒരുവന്റെ മുൻവിധിക്കാത്തും എന്റെ കുടുംബം തകർന്നു പോകത്തില്ല. എന്റെ തലമുറയുടെ ഭാവി ഒരുവന്റെ നാവിലല്ല ഇരിക്കുന്നത്, ഒരുവന്റെ പ്രവൃത്തിയിലല്ല ഇരിക്കുന്നത്, ഒരുവന്റെ വാക്കിലല്ല ഇരിക്കുന്നത്. അതിന് മേൽ ആയ ഒരു നാമമുണ്ട്. യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു നാമമുണ്ട്. മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിലും ഭൂമിക്ക് മുകളിലുമായി ഒരു നാമമേ ഉള്ളൂ. ആ യേശു ക്രിസ്തുവിനെ ഞാൻ ആശ്രയിക്കുന്നത്. ആ യേശു ക്രിസ്തു എന്റെ ഭവനത്തിന്റെ നായകൻ. ആ യേശു ക്രിസ്തുവിനെ കണ്ട ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ആ യേശു ക്രിസ്തുവിനെ കണ്ട ഞാൻ മൗനമായിട്ടിരിക്കുന്നത്. മൗനമായിട്ടിരിക്കുന്ന യേശു എന്നോട് പറഞ്ഞു, ഞാൻ മൗനമായി വിശ്വസ്തത ബാധിച്ചിരുന്നാൽ എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരുന്ന ദിവസമുണ്ട്. അന്ന് എന്റെ ദൈവം എന്നെ മാനിക്കും. അതെനിക്ക് ഉറപ്പാ. എന്റെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് പ്രിയരെ മക്കളത് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ചില കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ വ്യാപാരം നടക്കുക, ദൈവത്തിന്റെ പ്രവൃത്തികൾ നടക്കുക. എന്ന് പകലൊന്ന് വിശ്വസിക്കുക. ദൂതൊന്ന് കൈമാറട്ടെ. ആ ദൂതിനെ എല്ലാം ഒന്ന് അപ്പാ പോളിഷ് ചെയ്തൊന്ന് പുറത്തു കൊണ്ടുപോവാ. എന്റെ ദൂതിനെ ഒന്ന് പോളിഷ് ചെയ്ത് പുറത്തു കൊണ്ടുപോവാ. ആ ദൂത് ഏറ്റെടുത്ത നാല് മുതൽ ചില കഷ്ടങ്ങളും പ്രതികൂലങ്ങളും വന്നപ്പോൾ ദൂതങ്ങ് മങ്ങിപ്പോയി. ഇല്ല, ദൂത് പോളിഷ് ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ടുപോവാ. ദൂത് നിവർത്തിയാവും. എന്റെ തലമുറയെ അനുഗ്രഹിക്കും. എന്നെ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഇന്ന് പകൽ ആ ദൂത് അവിടെ കൈമാറുക. ചില അത്ഭുതത്തോടും അടയാളത്തോടും യേശുവിനെ പുറത്തു കൊണ്ടുവരാൻ പോവാ. വിശ്വസിച്ചാൽ ആ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന്റെ വാഗ്ദത്തം കൊണ്ട് നിവർത്തിയാവട്ടെ. ദൈവത്തിന്റെ വാഗ്ദത്തം കൊണ്ട് നിവർത്തിയാവട്ടെ. ആമേൻ. കർത്താവിനെ കണ്ട് ഇറങ്ങിയ ഒരു ദൈവമക്കൾ പരിഹാസകോലമായി നിർത്താൻ ആര് സമ്മതിക്കത്തില്ല? കർത്താവ് സമ്മതിക്കുന്നില്ല. ഉറപ്പായിട്ട് ഞാൻ പറയാം, ദൈവത്തെ കണ്ട് ഇറങ്ങി തിരിച്ചെങ്കിൽ, മറ്റൊന്നിനെ കണ്ട് ഇറങ്ങി തിരിച്ചെങ്കിൽ പോയി. ദൈവത്തെ കണ്ട ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഞാൻ പറയാം,
കർത്താവ് എന്ത് ചെയ്യുന്നില്ല? ദുഷിപ്പിക്കുവാൻ ഇടവരുത്തത്തില്ല. സ്തോത്രം. ഇന്ന് സ്തോത്രം ഞാൻ പറയാം, കർത്താവ് യേശു തന്നെ സ്തോത്രം ഒരു ബിസിനസ് ആക്കി സ്തോത്രം സമ്പത്തുണ്ടാക്കുന്ന ഒരുപാട് ദൈവദാസന്മാർ. ഇന്ന് അവരെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, അവരെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇപ്പൊ അവര് പ്രസംഗം തുടങ്ങിക്കുക. ഇതിങ്ങനെ ബിസിനസ് ആയിട്ട് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. കാര്യം എന്തുവാ? ഞാൻ ചെയ്യുന്ന ബിസിനസ് അല്ലെന്ന് മറ്റൊരു പറയണം. ഇത് വേറെ ഒന്നും കൊണ്ടല്ല. കാര്യം യൂദ, യേശു പറഞ്ഞു, തമ്പുരാൻ പറഞ്ഞു, ഇതിനകത്ത് ഒരാള് എന്റെ കൈ മുക്കുന്ന തലത്തിനകത്ത്, അപ്പത്തിനകത്ത് മുക്കുന്ന എന്നോടൊപ്പം നിൽക്കുന്ന ഒരു തന്നെ ഒറ്റ കൊടുക്കും. യൂദ എന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് വെച്ച് ആരാ? അപ്പോഴേ യേശു പറഞ്ഞു, നീയാ. സ്തോത്രം. ഇന്ന് ചിലവര് അവരുടെ പാപത്തെ മറച്ചു വെച്ചിട്ട് അവരെ അങ്ങോട്ട് പ്രസംഗിക്കുക. ഇത് വിൽക്കുന്നവരുണ്ട്. വിൽപ്പന മൊത്തം ആരാ നടത്തുന്നത്? സ്തോത്രം. ദൈവമക്കളെ ഒരു കാര്യം പറയാം, കർത്താവിനെ വിൽക്കുന്ന കർത്താവ് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ കർത്താവിന്റെ സന്നിധി വിശ്വസ്തയോടെ നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിന് പ്രാപിക്കാൻ പറ്റും. ഞാൻ ദൈവസന്നിധി എന്ത് ചെയ്തോണം? വിശ്വസ്തത പാലിച്ചോണം. വിശ്വസ്തത എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആ വിശ്വസ്തയോട് ദൈവസന്നിധി ഇരുന്നാൽ മാത്രമേ ദൈവത്തിന്റെ നന്മയും അനുഗ്രഹവും വാക്തത്വവും ആർക്ക് പ്രാപിക്കാൻ പറ്റൂ? നമുക്ക് പ്രാപിക്കുവാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു ഉദാഹരണോട് പറയാം, ദൈവവചനത്തിനകത്തോട് പറയാം. നമ്മള് സ്തോത്രം ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സുശേഷം പഠിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് 38 വർഷം കൊണ്ട് ഒരുവൻ കുളക്കര കിടപ്പുണ്ട്. ഇല്ലയോ? നമുക്കറിയാത്ത വചനമാണ്. 38 വർഷം കൊണ്ട് കുളക്കര കിടക്കുക. കുളത്തിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ദൂതൻ വരും, ഒന്ന് ഇറങ്ങും, വെള്ളം ഒന്ന് കലക്കും, അത് ദൂതൻ കയറിപ്പോ. പക്ഷെ ആര് ഫസ്റ്റ് ഇറങ്ങുന്നു അവന് സൗഖ്യം. 38 വർഷം കൊണ്ട് അവൻ വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷെ അവൻ ചെല്ലുന്നേ എന്തുവാ? പലരും സൗഖ്യം പ്രാപിച്ചുകൊണ്ട് പോകും. ചിലപ്പം അവന്റെ തന്നെയും സ്തോത്രം അവൻ വന്നു കഴിഞ്ഞിട്ട് വന്നവന്മാരായിരിക്കാം, ചിലപ്പോ അവന് മുമ്പേ വന്നവരാവാം, ചിലപ്പോ ഇന്നലെ വന്നവരാവാം. അത് അവരുടെ ലക്കിയാണ്. എന്തുവാ? ഫസ്റ്റ് ഇറങ്ങുന്നവൻ എന്ത് ചെയ്യുക? വിടുതൽ പ്രാപിക്കും. 38 വർഷം കൊണ്ട് നടക്കുക, ഇവൻ വേദന അനുഭവിക്കുക. പക്ഷെ ഇവന് പോകുന്നില്ല. 38 വർഷം കടന്നിട്ട് ഇവൻ ഇവിടുന്ന് പോകുന്നില്ല. ഇവനറിയാം, എന്നെങ്കിലും എനിക്ക് ഇറങ്ങാൻ പറ്റും, എന്നെങ്കിലും ഞാൻ എന്ത് ഇറങ്ങും, എന്ത് ചെയ്യും? വിടുതൽ പ്രാപിക്കും. ഇന്ന് പ്രിയ മക്കളെ, ദൈവസന്നിധി ഇരിക്കുന്ന ദൈവമക്കൾക്ക് ആദ്യം എന്ത് ചെയ്യണം? ഒരു ഉറപ്പുണ്ടാവണം. എഴുതിയിരിക്കുന്ന പെട്ടകത്തെ കുറിച്ച് ഒരു ഉറപ്പുണ്ടാവണം. എഴുതിയിരിക്കുന്ന വചനത്തെ കുറിച്ച് ഒരു ഉറപ്പുണ്ടാവണം. എഴുതിയിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു ഉറപ്പുണ്ടാവണം. എന്നെ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. എന്നും എന്നെ എന്റെ തലമുറയും ഈ ഒരു ലെവലിൽ ഇടത്തില്ല. ഈ ലെവലിൽ ഞങ്ങൾ പോകത്തില്ല. ഈ പെട്ടകം ചുമന്നവരെ എല്ലാം ആര് ചുമക്കും? കർത്താവ് ചുമന്നിരിക്കും. ആ ഒരു ഉറപ്പ് ആർക്കുണ്ടാവണം? ദൈവമക്കൾക്ക് ഉണ്ടാവണം. 38 വർഷം കിടക്കുന്നവരുടെ അടുത്ത യേശു വന്ന് ചോദിച്ചു, നിനക്ക് ശുദ്ധമാവണോ? അപ്പൊ അവൻ പറഞ്ഞ പോയിന്റ് എന്തുവാ? ഞാൻ ചെല്ലുമ്പോഴേ അതിന് മുമ്പേ ആരെങ്കിലും ഇറങ്ങി എന്നെ സഹായിക്കാമെന്നും. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? സഹായിക്കാൻ ഇല്ലാത്തവന്റെ അടുത്ത് ആരും വരത്തുള്ളൂ. ഇന്ന് സ്വതന്ത്രം അഭിജിത്തെടുത്ത ദൈവത്തിന്റെ വചനം പോലെ എന്തുവാ? തന്നെ തന്നെ ഉയർത്തുന്നവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. തന്നെ തന്നെ താഴ്ത്തുന്നവരെയാണ് ആർക്ക് വേണ്ടത്? എനിക്ക് എന്റെ കഴിവാ, എന്റെ ബുദ്ധിയാ, എന്റെ ബന്ധങ്ങളാ, ജ്ഞാനങ്ങളാ, അറിവാ എന്നെല്ലാം പറഞ്ഞ് സ്വയമേ ഉയർത്തുന്നവരെ ഒന്നും ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ആ പ്രിയ പൈതൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനകത്തൊന്ന് അജിത്ത് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എന്തുവാ? നമ്മള് ഉയരാൻ പോയാൽ ആ ഉയർച്ചയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അത് എപ്പം വേണമെങ്കിലും താഴ്പോവാ. പക്ഷെ ദൈവം ഉയർത്താൻ തുടങ്ങിയാൽ പിന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, താക്കാൻ പറ്റത്തില്ല. സ്തോത്രം. നമ്മൾ ദൈവസ്ഥനെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം ഇതാ, ദൈവമേ എന്നെ ദൈവം ഉയർത്തണം. എന്റെ ബുദ്ധിയോ എന്റെ ചിന്തകളോ എന്റെ പ്രവൃത്തികളോ എന്ത് ചെയ്യല്ലേ? ഉയർത്തപ്പെടാൻ പാടില്ല. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഒരു അടി പോലും എഴുന്നേക്കാൻ പറ്റാതെ കിടന്നവരാണ്. സ്തോത്രം. ഇന്ന് ഈ സ്റ്റെപ്പ് കയറി വന്ന പാടെനിക്കറിയാം. കയറി വന്ന പാടറിയാം. സ്തോത്രം. 2 ദിവസം കൊണ്ട് ഞാൻ അനുഭവിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞു, ഇനി എന്തൊക്കെ വിഷയം വന്നെന്ന് പറഞ്ഞാലും ഞായറാഴ്ച ഞാൻ പോയിരിക്കും.
ഞാൻ പോയിരിക്കും, ഞാൻ അവിടെ ശുശ്രൂഷിച്ചിരിക്കും, എന്റെ ദൈവത്തെ ഉയർത്തിയിരിക്കും. എനിക്ക് അപ്പോഴെങ്കിലും ദൈവം കൃപ നൽകണം, എനിക്ക് ആരോഗ്യം തരണം. ദൈവം തന്നിട്ടുണ്ട്. ഞാനിന്ന് ഓർത്തെ 20 പ്രസംഗിക്കുമെന്ന് ഓർത്തെ. ഞാൻ പറഞ്ഞ കർത്താവ് ഇരുന്നോ കിടന്നോ ഞാൻ പ്രസംഗിക്കും, എങ്കിലും എനിക്കിന്ന് പോയേ പറ്റത്തുള്ളൂ. കാര്യം ഒരു ആരാധന എനിക്ക് പ്രാധാന്യമാണ്. കാര്യം ദൈവം ചെയ്ത ഉപകാരമാണ്, ദൈവത്തിന് നന്ദി പറയാനുള്ളൂ. അതേപോലെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം ദൈവമക്കളെ. ചിലപ്പോൾ ദൈവം നമ്മളെ മേൽ ചില പ്രവർത്തികൾ തരാമെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ആലോചന ദൂതുകൾ നമ്മളെ മേൽ വെളിപ്പെടുത്തി വെച്ചേക്കും. ദൈവം നമ്മളെ നോക്കും, ഇവൻ എങ്ങനെ പോവും, ഇവനെ ഞാൻ ഉപകാരം ചെയ്യുന്നു, നന്മകൾ ചെയ്യുന്നു, ഇവൻ എങ്ങനെയായിരിക്കും എനിക്ക് വേണ്ടി നിൽക്കുന്നു. കർത്താവ് എന്തോ ആഗ്രഹിക്കുന്നത്? ദൈവത്തിന് വേണ്ടി നിൽക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. നമ്മളെ ഇഷ്ടപ്രകാരം ദൈവത്തെ കൊണ്ടുപോകാനല്ല, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ മാറാൻ ആരാഗ്രഹിക്കുന്നത്? കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പൊ കർത്താവ് നമ്മളെ ഇങ്ങനെ നോക്കും. സ്തോത്രം. ഇവൻ എന്തോ ചെയ്യും? ചിലപ്പോ ഒരു സൺഡേയിലായിരിക്കും, ചിലപ്പോ ഒരു പ്രാർത്ഥനയിലായിരിക്കും വിടുതൽ നടക്കുന്നത്. ഒറ്റ നിമിഷം കൊണ്ടായിരിക്കും നിന്റെ പേര് മാറുന്നത്, നിന്റെ അവസ്ഥ മാറുന്നത്. അപ്പോഴും നീ എന്ത് ചെയ്യണം? അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയും, നീ ഒരുക്കമുള്ളവനായിട്ടിരിക്കണം. എപ്പോഴും നീ എന്ത് ചെയ്യണം? ദൈവത്തോട് ഒരുക്കമുള്ളവനായിരിക്കും. ഏത് സമയത്ത് നിന്റെ അവസ്ഥ മാറുന്നതെന്ന് അറിയത്തില്ല. 38 വർഷം കൊണ്ട് വേദന അനുഭവിക്കുന്നിടത്ത് യേശു വന്ന് നിൽക്കുക. യേശു വന്ന് നിന്നിട്ട് അവരോട് ചോദിക്കുക, നിനക്ക് വിടുതൽ പ്രാപിക്കണം. അപ്പൊ പറയുക, അയ്യോ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ആരുമില്ല എന്നെ സഹായിക്കാൻ. ഇന്ന് പകൽ ഓർത്ത ദൈവമക്കളെ, എനിക്ക് സഹായിക്കാൻ ആരുമില്ലയോ? എന്റെ തലമുറയെ സഹായിക്കാൻ ആരുമില്ലയോ? എന്റെ കുടുംബത്തെ സഹായിക്കാൻ ആരുമില്ലയോ? എന്റെ ജീവിതത്തിനെ സഹായിക്കാൻ ആരുമില്ലയോ? എനിക്ക് എന്റെ ബന്ധുക്കളില്ല, സ്വന്തക്കാരില്ല, നാട്ടുകാരില്ല. എല്ലാവരും അവരവരുടെ കാര്യം നോക്കി പോയിക്കൊണ്ടിരിക്കുക. അവരെല്ലാം സ്വാർത്ഥതയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയാ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുന്നു, അങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥയെ കൂടെ നീ കടന്നു പോകുന്നെങ്കിൽ, ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നീ നിൽക്കുന്നെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുക, ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുക. അവിടെ നിന്നെ സഹായിക്കാൻ ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. നിന്റെ സകല പ്രശ്നങ്ങളെ മാറ്റുവാൻ വേണ്ടി ഒരുവർ ഇറങ്ങി വരുന്നുണ്ട്. നിന്റെ സകല വിഷയങ്ങളെ ഏറ്റെടുത്ത് നീ ഒറ്റപ്പെട്ടല്ലടാ, നീ ഒറ്റയ്ക്കല്ലടാ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ബലപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും. എല്ലാത്തിന്റെ അധികാരം എന്റെ ഉള്ളത്, എല്ലാത്തിന്റെ അധികാരി ഞാനാ. നീ ഇനി ഭയപ്പെടേണ്ട. നിനക്കൊരു യജമാനുണ്ട്. നിന്റെ സകല വിഷയങ്ങൾ നിവൃത്തിയാക്കി തരുന്ന ഒരു പിതാവുണ്ട്. നിനക്കെല്ലാം നിവൃത്തിയാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് യേശുവുണ്ട് എന്ന് പകരം തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒറ്റപ്പെട്ടെന്ന് നീ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ യേശു നിന്റെ കൂടെ ഇറങ്ങിയേക്കുക. ഒറ്റപ്പെട്ടെന്ന് നീ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ യേശു നിനക്ക് വേണ്ടി ഇറങ്ങിയേക്കുക. ഇന്ന് പകൽ ഓർത്ത് ഒറ്റപ്പെട്ട അവസ്ഥ മാറ്റുന്നവനാണ് സ്വർഗ്ഗത്തിന്റെ ദൈവം. Hallelujah. Praise the Lord. സ്തോത്രം. എനിക്ക് അറിയത്തില്ല ഈ സ്തോത്രം. ഈ ഓരോ സഭയ്ക്കകത്ത് സൈപ്പ് മിഷന്, ഗൂഗിൾ പേ, പ്രൈസലോ, കോഡ് ഇതെല്ലാം ഒട്ടിച്ചു വെച്ചേക്കുക. പ്രൈസലോ, കർത്താവിന്റെ നാമത്തെ ദുഷിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. എന്നിട്ടും പറയുക, ഞങ്ങള് കർത്താവിനെ വിൽക്കുന്നില്ലെന്നാ പറയാൻ. പ്രൈസലോ, ദൈവമക്കളെ, നമ്മളെ കർത്താവ് വിളിച്ചത് നമ്മളെ അനുഗ്രഹിക്കാൻ. ദൈവം ഈ സഭയെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഈ സഭയെ കുറിച്ച് ദൈവം നിശ്ചയമായി തരും. വെയിറ്റ് ചെയ്യുക. അതേപോലെ പ്രിയ ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. 1000 പേര് കൂടിയെന്നോ 500 പേര് കൂടിയെന്നോ 5000 പേര് കൂടിയെന്ന കാര്യമില്ല. നീ ഇരിക്കുന്നിടത്ത് പിതാപുത്രൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാലേ കാര്യമുള്ളൂ. സ്തോത്രം. അതേപോലെ ദൈവം നിനക്കൊരു നന്മ തരുമ്പോൾ, ഒരു അനുഗ്രഹം തരുമ്പോൾ, കണ്ട രാഷ്ട്രീയക്കാരെ വിളിച്ച്, കണ്ട റെസിഡൻസ് അസോസിയേഷനെ വിളിച്ച്, കണ്ട വെള്ളമടിച്ച് നടന്ന് പെണ്ണും പിടിച്ച് നടക്കുന്നവരെ വിളിച്ച് കയറ്റാവുന്നതല്ല. അവന് വിളമ്പിക്കൊടുക്കാനുള്ളതാണ് അല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഓരോ മുതലുകളും അത് ദൈവം നിനക്ക് തന്നതാ. അതിനകത്ത് ദൈവത്തെ എഴുതിയോ അനുഗ്രഹിച്ചോണം. നമ്മൾ സഭയ്ക്ക് പുറത്തു പോകുമ്പോൾ നമുക്ക് പലരുമായിട്ട് ബന്ധമുണ്ട്, ഇല്ലയോ? ഉണ്ട്. ആ ബന്ധത്തെ ഒരിക്കലും നമ്മുടെ സഭയുടെ അകത്തോ ആത്മീയ ജീവിതത്തിനകത്തോ കൊണ്ടുവരല്ലേ. അവിടെ കൊണ്ടുവരുന്നെങ്കിൽ നീ പരാജയപ്പെട്ടു പോയി. ഇന്ന് സഭയുടെയും ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും പരാജയത്തിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. ഇവൻ എന്നകത്ത് കയറാൻ തുടങ്ങി, അന്ന് മുതൽ നീ പരാജയപ്പെടാൻ തുടങ്ങി. പുറത്തു നിനക്ക് ബന്ധം വേണം, ഇല്ലയോ?
പുറത്ത് നമ്മുടെ ജോലി മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ പോക്കില് വരവിലെല്ലാം ബന്ധം വേണം. പക്ഷേ അവനെ ഒരിക്കലും നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യല്ലേ കൊണ്ടുവരാൻ. ആത്മീയ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത ഉപകാരത്തിനകത്ത് കൊണ്ടുവന്നിട്ട് അവരെ തല ഉയർത്തി നിർത്തിക്കല്ലേ. നിർത്തിച്ചാൽ ആരെ നാമം ദുഷിപ്പിക്കുക? കർത്താവിനെ നാമം ദുഷിക്കുക. ഞാൻ ഒരു കാര്യം പറയാം. യഥാർത്ഥമായ ദൈവവചന പ്രകാരം ജീവിക്കുന്ന ദൈവമക്കളുടെ ആരാധനയെ തടയുന്നവനല്ല ശപിക്കപ്പെട്ടവനാണ്. അതേപോലെ തന്നെ ആ ആരാധനയെ തടയുന്ന ആ വ്യക്തിയും അതിനെതിരെ എഴുന്നേൽക്കുന്ന എന്ത് വിഷയമായാലും അതെല്ലാം എന്തുള്ള കർത്താവിന്റെ വചനത്തിനകത്ത് എന്ത് പറയുന്നേ? ശപിക്കപ്പെട്ടതാണ്. സ്തോത്രം. കർത്താവിന്റെ വചനം എന്നല്ല പറയുന്നത് കുഞ്ഞാലിയൊന്നുമല്ല, ഒരുപാട് ട്രെയിനിടാം. ഇന്നത്തെ ശുശ്രൂഷകൾ, ഇന്നത്തെ ആത്മീയ ജീവിതം എന്നെല്ലാം പറയുന്നത് ഒരുപാട് എക്സ്ക്യൂസുകളാണ്. എക്സ്ക്യൂസ് ഒന്നും അല്ല. ഞാൻ കർത്താവ് ഇന്നലെ ക്രിസ്റ്റിയോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം, ക്രിസ്റ്റി കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇപ്പൊ അവൻ ദൈവവേലക്കാരനല്ല, അവനാവാൻ വീട് കിടപ്പുണ്ട്. അവനെ പട്ടം പോലെ വിട്ടേക്കുക. ഇവന്റെ ധാരണ ഇവനങ്ങ് പറന്നു പോവുക, ഇവന്റെ കഴിവുകൊണ്ടാ പറക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവന്റെ അടിയിൽ ഒരു നൂലിരിപ്പുണ്ട്, അത് പിടിക്കേണ്ട ഒരു സമയമുണ്ട്. അതുവരെ നമ്മളിങ്ങനെ വിട്ടുകൊടുക്കും. ലാസ്റ്റ് ഒരു പിടുത്തമുണ്ട്, ആ പിടുത്തത്തിനകത്ത് കയറും. ആ പിടുത്തത്തിന് അപ്പുറത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോകത്തില്ല. പട്ടം ഉറക്കുന്നുവോ? ഫ്രീയാ. ഞാൻ എന്റെ കഴിവിലാ പൊങ്ങുന്നേ. കുറച്ച് കഴിയുമ്പോഴേ ആ പിടുത്തത്തിൽ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത്, അല്ല താഴെ ഒരാൾ ഇരിപ്പുണ്ട്, ഒരു നൂലുമായിട്ട് ഒരാൾ ഇരിപ്പുണ്ട്, ഒരാളെ കുലുക്കിൽ ഇട്ടേക്കുക. ആ കുലുക്കിനെ വിട്ടു പോകണമെങ്കിൽ അദ്ദേഹം ചിന്തിക്കണം, ഇല്ലയോ? ഞാൻ ക്രിസ്തുവോട് ഇന്നലെ പറഞ്ഞു കൊടുത്തൊരു കാര്യം, നീ സുശേഷ വിലക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞ് പഠിക്കാൻ ഇറങ്ങിയെന്ന് പറഞ്ഞ് നീ സുശേഷനൊന്നും അല്ല. ഇപ്പോഴും നിന്റെ മേൽ ഭരിക്കുന്ന ജനം തന്നെ. നീ അത് മാറി ആത്മസാന്നിധ്യത്തിലേക്ക് വരണം. എന്ത് വേണം? നിനക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. ഇന്ന് ദൈവവേലയ്ക്ക് ഇറങ്ങിയേക്കുന്ന മൊത്തം ലണ്ടറി പ്ലാനും കേരള പ്ലാനും സുഖജീവിതം നോക്കിയ എന്ന് പറഞ്ഞാൽ നാളെ ഇപ്പം ഇവര് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നാളെ കേരളത്തിനകത്ത് ഒരു സഭ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ല സഭകൾ എന്നാൽ ഇവരുടെ വിദ്യാഭ്യാസത്തിന് അനുസരിച്ച് ഡിഗ്രിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നത്? സഭ കൊടുക്കുന്നത്. അങ്ങനത്തെ ഉള്ളതായിരിക്കുന്നത്. അവർക്ക് വേറെ ഒന്നും വേണ്ട. അവർക്ക് ഇവിടെ കയറിയുന്നുണ്ട്, കുറച്ച് പ്രസംഗിക്കണം, ആരാധന നടത്തണം. ആരാധനയ്ക്ക് എല്ലാം ആരുണ്ട്? ഓർഗനുണ്ട്, ആരാധന ലീഡർമാരുണ്ട്, അവർ നടത്തും. ഇടയ്ക്ക് കയറി ഒരു മെസ്സേജ് കൊടുക്കണം. അത് കഴിയുമ്പോൾ ഇവിടെ മക്കളെ കല്യാണം നടത്തി കൊടുക്കണം, ചാവുമ്പോൾ അടക്കണം. ഇതെല്ലാം അവർ സഭയെ വെച്ച് കണ്ടേ. അവർക്ക് നിത്യതയൊന്നും കണ്ടൊന്നും അല്ല. ഞാൻ ഒരുപാട് ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മളെ പുതിയ തലമുറയെങ്കിൽ ഇങ്ങനെ പോകല്ലേ. പഴയ ഈ ഇടയ്ക്ക് കാലത്ത് കുറെ എണ്ണം വന്നു, അവരങ്ങ് പോട്ടെ, അവരുടെ രീതി പോട്ടെ. പക്ഷെ ഈ പുതിയ തലമുറ ഒരിക്കലും ആരും വിട്ടുപോകല്ലേ, കർത്താവിന് വിട്ടുപോലെ കർത്താവിനെ കീഴ്പ്പെട്ട് നിൽക്കണം. കർത്താവിന്റെ അനുഗ്രഹം തലമുറ പ്രാപിക്കണം. ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പട്ടാളക്കാരൻ സ്വന്തം ഇന്ത്യൻ മിലിറ്ററിക്കകത്ത് ഇറങ്ങുമ്പോൾ അവൻ ചിലതിനകത്ത് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവന്റെ കല്യാണം കഴിഞ്ഞതാണ്. ആ കല്യാണം കഴിഞ്ഞതിന്റെ രാത്രിയിലായിരിക്കാം യുദ്ധം വരുമ്പോൾ അവിടുന്ന് വിളിക്കും, പെട്ടെന്ന് കയറിക്കൊള്ളാൻ പറയും. അയ്യോ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് രാത്രിയോട് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയാൻ പറ്റത്തില്ല. അവൻ അപ്പോഴും കയറിക്കൊള്ളാം. കാര്യം അവൻ എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ട്. എന്തുവാ? യുദ്ധത്തിന് ഇറങ്ങണം, ഏത് സമയം ഏത് നിമിഷവും. അതേപോലെ ഒരു പട്ടാളക്കാരന് വേറൊരു ജോലിയുണ്ട്. അവൻ ഇറങ്ങിക്കഴിഞ്ഞും ഈ റിട്ടയർമെന്റ് വരെയും അവന് വർക്കാ, എപ്പോഴും വർക്കാ. രാത്രി ചെയ്യുന്നില്ല, പകലൊന്നുമില്ല, എപ്പോഴും എക്സസൈസ്, മറ്റുള്ള കാര്യങ്ങൾ, മറ്റു വർക്ക്, എപ്പോഴും അവന് തിരക്കാം, വർക്കാം. അവൻ ഒരു മാസം ലീവ് കിട്ടി എന്ന് പറഞ്ഞാ ഒരു മാസം എനിക്ക് ലീവ് കിട്ടി, ഇനി ശല്യപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞ് വരാൻ പറ്റത്തില്ല. ചിലപ്പം അടുത്ത ആഴ്ച അവനെ വിളിക്കും. ചിലപ്പോ അവൻ വന്ന് വീട്ടിൽ കയറുമ്പോഴായിരിക്കും അടുത്ത റിപ്പോർട്ട് വരുന്നത്. പെട്ടെന്ന് വന്ന് തിരിച്ചു വരാൻ പറയുന്നത്. പോയേ പറ്റും. അതിലും വലുതാ സുശേഷം വരാം. അവൻ രാജ്യത്തിന് വേണ്ടി മരിക്കാനാണെങ്കിൽ നീ ഇറങ്ങിയിരിക്കുന്നത് യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കാനാണ്. അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്. ഞാൻ അങ്ങനെ നിൽക്കുന്നത് യേശു ക്രിസ്തുവിന് വേണ്ടി നീ മരിക്കാൻ ഇറങ്ങിയവൻ. കാര്യം എന്തുവാ? യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഇറങ്ങിയെന്ന് നീ നിന്നെ തന്നെ ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ, നീ നിന്നെ തന്നെ തിരിച്ചറിയുന്നുവെങ്കിൽ പ്രതികൂലം വരുമ്പോൾ നീ പതറിപ്പോത്തില്ല. ഇത് തിരിച്ചറിയത്തില്ലേ, നീ പ്രതികൂലം വരുമ്പോൾ നീ പതറിപ്പോവും. അങ്ങനത്തുള്ള സുവിശേഷകന്മാർ ഇന്നത്തെ കാലഘട്ടത്തിനകത്തില്ല. ഈ കാലഘട്ടത്തിനകത്ത് അങ്ങനത്തുള്ള സുവിശേഷകനകത്ത ക്രിസ്ത്യയെ നിന്റെ ദൈവം വിളിച്ചിരിക്കുന്നത്. അല്ലാതെ നീ കല്യാണം കഴിച്ച് UK ലണ്ടനിലും ജീവിച്ച് നിനക്ക് 2-3 പിള്ളേരുണ്ടായി, അതിന്റെ ചന്തയും കഴിവി, അവിടുത്തെ സുഖവും അനുഭവിച്ച് സ്തോത്രം, അവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്തോത്രം ഇലക്ട്രോൺ സാധനങ്ങൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ വാഹനങ്ങൾ ഉപയോഗിച്ച്, നല്ല ഡ്രസ്സ് ഉപയോഗിച്ച്, കോട്ട് വിട്ട്, അടുത്ത തലമുറയുടെ വേറെ മെഡിക്കൽ റിപ്പോർട്ടിൽ വിട്ട്, അല്ലെങ്കിൽ വേറെ പരിപാടിക്ക് വിട്ട് അങ്ങനെ ജീവിക്കാനാണ് നീ ഇറങ്ങിയെങ്കിൽ ഈ പണിക്ക് ഇറങ്ങല്ല പോലെ.
ഈ പണി നീ ഉദ്ദേശിക്കുന്ന പോലല്ല. അവൻ നോക്കുമ്പോൾ ഇന്ന് പോകുന്ന ഭൂരിപക്ഷം ദൈവദാസന്മാരും ദൈവസഭ ഇങ്ങനെ പോകുന്നത്. ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ല, ഇവരെ കണ്ടല്ല നീ ഇറങ്ങിയിരിക്കുന്നത്, ഇവരെ കണ്ട് നീ പോകല്ലേ. അങ്ങനെ പോകാൻ ഇന്ന് ഞാൻ ലീവ് എടുത്തന്നെ. ഞാൻ ആരെങ്കിലും ഒരാളെ വിളിച്ച, ഒരു ദൈവാസനെ വിളിച്ച, അവര് വന്ന് ഇന്ന് ഇവിടെ ശുശ്രൂഷ നടത്തിയ കാര്യം എന്തുവാ? എനിക്ക് എഴുന്നേക്കാൻ വയ്യ, ഞാൻ വീട്ടിൽ കിടക്കത്തേ ഉള്ളൂ. സ്തോത്രം. ഒരു ചായ കുടിക്കാൻ എനിക്ക് പറ്റിയില്ല, എന്നാലും ചായ കുടിക്കാൻ പറ്റുന്നില്ല എനിക്ക്, എന്നാലും വായിലോട്ട് ഇറങ്ങുന്നില്ല. അത് വെച്ച ഇത്രയും നേരം ഞാൻ സംസാരിച്ചു. അതോ എന്തുകൊണ്ടാ? ദൈവത്തിന്റെ കൃപ കൊണ്ടാ. എന്നാൽ ഞാൻ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നു. എന്റെ മരണത്തിനല്ല, എന്റെ ജീവനല്ല ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. എന്റെ മരണമായാലും അത് യേശുക്രിസ്തുവിന് വേണ്ടി ആവണം, ഈ പ്ലാറ്റ്ഫോമിൽ ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി ആയിരിക്കണം, അത് ലാഭമെന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ക്രിസ്തുവിന്റെ നാമത്തിൽ ഇറങ്ങിയിട്ട് കുറെ കൂട്ടി വെച്ചിട്ട് എന്റെ തലമുറയ്ക്കും കൊടുത്ത് അവരുടെ തലമുറയ്ക്കും തീറ്റിക്കാനല്ല ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ ആയിരുന്നു ഞാൻ വേറെ പണിക്ക് പോയനെ. വേറെ ഒരുപാട് പണിയുണ്ട്. ഇന്ന് സമ്പത്തുണ്ടാക്കാൻ ഒരുപാട് പണിയുണ്ട്. നേരെ പോകാനുള്ള ഒരുപാട് പണികളുണ്ട്, ഇല്ലയോ? വേണ്ട, ഞാൻ ഒരു കാര്യം പറയാം. നല്ല തൊലിക്കട്ടിയുണ്ടോ? നല്ല തൊലിക്കട്ടിയുണ്ടോ? മാസം ഒരു 1.5 ലക്ഷം രൂപ വരുമാനം ഉണ്ടാകുന്ന പരിപാടി ഞാൻ പറഞ്ഞു. ഹായ് ബ്രോ നല്ല പറഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ മതി, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മതി. പക്ഷെ തൊലിക്കട്ടി വേണം, തൊലിക്കട്ടി വേണം. ചമ്മലൊന്നും പറ്റത്തില്ല. എവിടെ എന്തും വിളിച്ചു പറയാൻ എന്തുകൊണ്ടാവണം? തൊലിക്ക് തന്ത വിളിക്കാനും അതും കേട്ടോണ്ട് ആ ബ്രോ താങ്ക് യു എന്നെല്ലാം പറഞ്ഞ് പോകാൻ പറ്റണം. 1.5 ലക്ഷം രൂപ വീട്ടിൽ വരുമാനം ഉണ്ടാകും. തോടിനകത്തും ചാടി, വെള്ളത്തിനകത്തും ചാടി, കുളവന്റെ പുറകെ പോയി, മീനിന്റെ പുറകെ പോയി, മീൻ മുട്ടയിടുന്നത് നോക്കിപ്പോയി, മീൻ അപ്പിയിടുന്നത് നോക്കിപ്പോയി, മീനെ തടവി, മീനെ ഉയർത്തുന്ന പരിപാടിക്ക് ഇറങ്ങാം. 1.5 ലക്ഷം രൂപ മാസം വരുമാനമുണ്ട്. കുഞ്ഞാളിയൊന്നുമല്ല അവന്മാരുണ്ടാക്കുന്നത്. പക്ഷെ എന്തുണ്ട്? തുണിക്കട്ടി ഭയങ്കര മഞ്ഞയും ചുമപ്പുമായിട്ട് കുറെ ഡ്രസ്സും ഇട്ട് തൊലിക്കട്ടി ഉണ്ടോ? ആരെയും ദോഷം ഉണ്ടാക്കാൻ പോകുന്നില്ല, പോകുന്നുണ്ടോ? ആരുടെ കെട്ട് മൂട്ടിക്കുന്നില്ല, ഉണ്ടോ? ഏത് രീതി പണിയെടുത്ത് കാശുണ്ടാക്കാൻ ഇന്നത്തെ കാലത്ത് പറ്റും. ഏത് ചെറുപ്പക്കാരുടെ പിള്ളേർക്കും കാശ്. അതുകൊണ്ടാണ് ചെറുപ്പക്കാരുടെ പിള്ളേരെ പൈസ ഇരിക്കുന്നത്. അവർക്ക് പൈസ ഉണ്ടാക്കാൻ ഇതല്ലെങ്കിൽ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്, ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇന്ന് ഈ ഓൺലൈൻ ബിസിനസ് കൂടെ ആയിക്കൊണ്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഞാൻ അങ്ങനെ സമ്പാദം ഉണ്ടാക്കണമായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനത്തെ പണിക്ക് പോയാൽ പോലായിരുന്നോ? ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിയത് അതിനു വേണ്ടിയല്ല, ക്രിസ്തുവിന് വേണ്ടി മരിക്കാനാണ് ഇറങ്ങിയത്. ഞാൻ അവരോട് പറഞ്ഞു, എടാ എപ്പോഴും നിന്റെ ബോധം ഇതായിരിക്കണം. എന്തുവാ? ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കണം, ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കണം. സ്തോത്രം. ക്രിസ്തുവിൽ നിന്ന് കുറെ ലാഭം ഉണ്ടാക്കി ജീവിക്കാനല്ല, ക്രിസ്തുവിന് വേണ്ടി മരിക്കണമെന്ന ഏറ്റവും മുന്നിൽ നിന്ന് മരിക്കാൻ ഞാൻ തയ്യാറാവണം. ആ കാഴ്ചപ്പാട് നിനക്ക് ഉണ്ടാവണം. നീ അത് ഉണ്ടാവുന്ന നാളിൽ, നീ ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ നിന്റെ റൂട്ട് മാറും. നീ ആർക്ക് മഹത്വം കൊടുക്കും? ദൈവത്തിന് മഹത്വം കൊടുക്കും. നീ ദൈവസന്നിധിക്ക് വില കൊടുക്കും. സ്തോത്രം. നീ പനി പിടിച്ചാലും ഇനി ഇഴഞ്ഞാലും നീ ദൈവസന്നിധി വന്നു കഴിഞ്ഞാൽ നീ ആ രീതി ഇരിക്കത്തില്ല. നീ ഉണർവുള്ളവനായിട്ടിരിക്കും. കിഴിക്കുന്ന എവിടാ? എന്നെ വിടുവിക്കുന്ന ദൈവത്തിന്റെ പാദപീഠത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ 3 പിള്ളേരോടും പറഞ്ഞു കൊടുക്കുന്ന ഇതാ. സ്തോത്രം. ഇനി നിങ്ങൾക്ക് വേണ്ടി സമ്പാദ്യമൊന്നും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. നിങ്ങൾ ഓർത്തോണം, എവിടാ ദൈവത്തിന്റെ വേറെ പറഞ്ഞു തരും, വിട്ടോണം, ആ റൂട്ടിൽ പൊക്കോണം. കാര്യം നമ്മൾ കർത്താവിന് വേണ്ടി മരിക്കാൻ ഇറങ്ങിയ കുടുംബം. കർത്താവിന് വേണ്ടി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന രാജ്യത്തിൽ പോയി ആ രാജ്യത്തിന്റെ നന്മകളെ കൊണ്ടുവന്ന് അവയെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൂട്ടിവെക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവം വിളിച്ചിരിക്കുന്നത് കർത്താവിന് വേണ്ടി മരിക്കാനാണ്. ഇന്നത്തെ തലമുറയ്ക്കകത്ത്, ഇന്നത്തെ സഭയ്ക്കകത്ത് ആ കാഴ്ചപ്പാട് മങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ മങ്ങുന്ന കാഴ്ചപ്പാടിന്റെ പിന്നാലെ പോവാതെ യേശുവിനെ നോക്കി നാം നിനക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ ദൂതിനെ പോളിഷ് ചെയ്ത് ആ ദൂതിന് വില കൊടുത്ത് ആ ദൂതിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് ഓടുന്ന ദൈവമക്കളെയാണ് ആർക്ക് വേണ്ടത്? ഇന്നിരിക്കുന്ന സഭയ്ക്കകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ദൈവം ഒരു ദൂത് തന്നിട്ടുണ്ട്, ദൈവം ഒരു ആലോചന. നിങ്ങൾക്ക് പരിചയമുള്ളവരെ നിങ്ങളെ ബന്ധത്തിൽ കാണും, സ്വന്തത്തിൽ കാണാം, അല്ലെങ്കിൽ നാട്ടിൽ കാണാം. സ്തോത്രം. അവരും വിശ്വാസിയാ. അയ്യോ ഞങ്ങളൊന്നും ഇങ്ങനെ പോകുന്നില്ലല്ലോ. നിങ്ങൾ പോകുന്ന രീതി അല്ല ഞങ്ങളെ പോകുന്ന രീതി. ഞങ്ങൾ ആരെ നോക്കിയാ പോന്നെ? ക്രിസ്തുവിനെ നോക്കിയാ പോന്നെ. ക്രിസ്തുവിനെ നോക്കി പോകുമ്പോൾ ദൈവം എനിക്ക് തന്ന ദൂതിനെ ഞങ്ങൾ പോളിഷ് ചെയ്താ പോന്നെ. അപ്പോഴ് ചിലതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, നിങ്ങളുമായിട്ട് ചേരത്തില്ല. കാര്യം എന്തുവാ? ഞങ്ങൾ പോളിഷ് ചെയ്താ പോന്നെ. കാര്യം ഞങ്ങൾക്ക് ക്രിസ്തുവിനെ സന്തോഷിപ്പിക്കുന്നത്. ക്രിസ്തു ഞങ്ങളെ സന്തോഷിപ്പിക്കുമ്പോൾ ഞങ്ങളെ കുറിച്ച് ആര് സന്തോഷിക്കണം? ക്രിസ്തു ഞങ്ങളെ കുറിച്ച് സന്തോഷിപ്പിക്കണം.
ആ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ദൈവമക്കളെ ദൈവം വാഗ്ദത്തങ്ങൾ ഒരുക്കി തരും, ദൈവം ദൂത് ഒരുക്കി തരും. അതേപോലെ ഞാൻ ഒരു കാര്യം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. തലമുറ വിദേശത്ത് പോയാൽ, ദൈവം വിദേശങ്ങളിൽ അയച്ചാൽ, രാജ്യങ്ങളിൽ അയച്ചാൽ, ആ രാജ്യത്തിന്റെ നന്മകളെല്ലാം തലമുറയ്ക്ക് കിട്ടണം. ദൈവം അയച്ചത് അതിനു വേണ്ടിയാണ്. അയച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടണം. അല്ലാതെ അവിടെയും പോയി ഇറക്കാനല്ല ദൈവം വിട്ടേക്കുന്നത്. സ്തോത്രം. ഇറക്കുന്ന അവസ്ഥ മാറ്റാനാണ് ദൈവം അവിടെ വിട്ടിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിനകത്ത് തലമുറ നന്മ പ്രാപിക്കണം. ആരെ ഉയർത്തണം? ആ നന്മയ്ക്കകത്ത് നിന്ന് ക്രിസ്തുവിനെ ഉയർത്തണം. ക്രിസ്തുവിന് വേണ്ടി അവർ ജീവിക്കണം. അപ്പോഴാണ് ആ ദൈവം കൊടുത്ത വാഗ്ദത്തത്തിനും ആ നന്മയ്ക്കും എന്തുണ്ടാവുന്നേ? യഥാർത്ഥമായുള്ള അനുഗ്രഹം ഉണ്ടാവുന്നു. സ്തോത്രം, സ്തോത്രം. ദൈവം അയക്കുന്നതല്ല വിഷയം. അയക്കുന്ന ആരെ അയക്കും? അവിടെ പോയി രക്ഷപ്പെടണം. കർത്താവ് അവിടെ അയച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. എന്റെ തലമുറ അയക്കുന്നെങ്കിൽ തലമുറ നിൽക്കുന്ന ജോലി സ്ഥലത്ത്, എന്റെ തലമുറ നിൽക്കുന്ന ദേശത്ത്, എന്റെ തലമുറ നിൽക്കുന്ന രാജ്യത്തിൽ എന്റെ തലമുറ ആരനുഗ്രഹിക്കണം? എന്റെ ദൈവം അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം. അനുഗ്രഹിച്ചേ പറ്റും. ഞാനൊരു ദൈവം സ്തോത്രം 38 വർഷം കൊണ്ട് കിടന്നവന്റെ അടുത്തോട്ട് കർത്താവ് വന്നിട്ട് ചോദിക്കപ്പോൾ അവൻ എടുത്ത വായി ചോദിക്കുക, കർത്താവെ എനിക്ക് ആഗ്രഹമുള്ളതുണ്ട്, പക്ഷെ ഞാനപ്പോ ഓർക്കുക, ദൈവമേ ഇതേപോലെ ചില വർഷങ്ങളും മാസങ്ങളും ചില മണിക്കൂറുകളും നമ്മളെ ഫ്രണ്ടിൽ മുന്നേറി പോയി, ചില വിഷയത്തിനകത്ത് മറുപടിയില്ല. അയ്യോ, നമ്മൾ ഓർക്കും ദൈവം അങ്ങ് മറന്നുപോയെന്നു. ഒരിക്കലുമില്ല, ദൈവം മറന്നിട്ടില്ല. ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോഴേ ആര് പുറത്തു കൊണ്ടുവരും? കർത്താവ് പുറത്തു കൊണ്ടുവരും. ഞാൻ ആ ദൈവാസന്റെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സ്തോത്രം. ആ ചരിത്രം കേട്ടപ്പോൾ എന്തുവാ? സ്തോത്രം. ഷൂ തുടച്ച് 16 കൊല്ലം കൊണ്ട് പുള്ളി തൃപ്തിപ്പെട്ട് കിടക്കുക. എനിക്കിത് മതി, എനിക്ക് ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി. കർത്താവ് അങ്ങനെയാണോ വെച്ചേക്കുന്നത്? ആ സംഘടനയുടെ ആ പ്രസ്ഥാനത്തിന്റെ രണ്ടാമനായിട്ട് ആര് കൊണ്ടുവന്നു? ആരെ കൊണ്ടുവന്ന്? ഒന്നാമത്തെ ഷൂ തുടച്ചുകൊണ്ടിരുന്ന ആളിനെ കൊണ്ടുവന്നു. സ്തോത്രം. എങ്കിൽ ദൈവമക്കളെ, ദൈവം നമുക്കൊരു പദ്ധതി തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ കുറിച്ചൊരു പദ്ധതി കർത്താവ് വെച്ചിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായി നമ്മളെ നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും മധ്യയിൽ ആര് ഉയർത്തും? കർത്താവ് മാനിക്കും. വിശ്വസിക്കുക. ഏത് വിഷയമാവട്ടെ ആര് മറുപടി തരും? കർത്താവ് മറുപടി തരും. കർത്താവ് മറുപടി തരും. സ്തോത്രം. ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. സങ്കീർത്തനം 23 സങ്കീർത്തനം ഒന്ന് വായിക്കാം. യഹോവ എനിക്ക് ഇടയനാകുന്നു, എനിക്ക് എന്തില്ല? മുട്ടുണ്ടാകുന്നില്ല. അതിനകത്ത് ഒരു വാക്യോട് ഞാൻ അങ്ങ് ചേർക്കുക, ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. യഹോവ എന്റെ ഇടയനാണെങ്കിൽ, ഞാൻ കർത്താവിനെ കണ്ട് വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചൊരു ദൈവപൈതലാണെങ്കിൽ, ഞാൻ കർത്താവിനെ എന്റെ ജീവിതത്തിനകത്ത് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, ആ വചനത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക, ഒന്നിനും എനിക്ക് എന്തില്ല? മുട്ടുണ്ടാകുകയില്ല. സ്വസ്ഥതയുള്ള വെള്ളത്തിനൂടെ എന്നെ നടത്തും. വെള്ളത്തിനകത്ത് ഒരിക്കലും സ്വസ്ഥതയില്ല. ഉണ്ടോ? കർത്താവ് വന്നാൽ അവിടെ സ്വസ്ഥത ഉണ്ടാവും. കർത്താവ് ഉണ്ടെങ്കിൽ സ്വസ്ഥത ഉണ്ടാവും. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് അനുഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാ? സ്വസ്ഥത തരാനാണ്, അല്ലയോ? ദൈവത്തെ അറിയുന്ന മുമ്പ് നമുക്ക് സ്വസ്ഥതയില്ലായിരുന്നു. എല്ലാ വിഷയത്തിനകത്തും ചോദ്യചിഹ്നമായിരുന്നു. ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിച്ചു, ക്രിസ്തുവിന്റെ പൈതലായി നമ്മൾ തിരിച്ചറിഞ്ഞു, ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ നമുക്ക് എല്ലാ വിഷയത്തിനകത്തും ഒരു മറുപടിയുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവിന് കഴിയാത്ത ഒരു വിഷയവും ഈ ലോകത്തിനകത്ത് ഇല്ല. അപ്പൊ എനിക്ക് വരുന്ന ഒരു പ്രതികൂലവും മാറ്റാൻ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിനെ കഴിയത്തുള്ളൂ. ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. മറ്റുള്ളവരുടെ വിദ്യാഭ്യാസ ലെവലിലൊന്നും അല്ല ദൈവം അനുഗ്രഹിക്കുന്നത്. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നന്മ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കും. പിന്നെ ഒരു വാഗ്ദത്തം നന്മ തരാൻ വേണ്ടി ചില ശോധനകളുണ്ട്. ആ ശോധനകൾ കടന്നു പോകാൻ നമ്മൾ തയ്യാറെങ്കിൽ, വിശ്വാസത്തോട് തയ്യാറെങ്കിൽ ദൈവം മാനിക്കും. കാര്യം ഞാൻ ഓർക്കുക, 38 വർഷം കിടന്ന വ്യക്തിക്ക് ഒരു സെക്കൻഡിൽ ആര് വന്നത്? യേശു വന്നത്. യേശു വന്നപ്പോഴേ എല്ലാം മാറിയാണ്, എല്ലാം മാറി. ഇതേപോലെ നമ്മൾ വേദനിക്കുന്ന ചില വിഷയത്തിനകത്ത് ചിലപ്പോൾ നമ്മൾ എപ്പോഴാ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥനയായിരിക്കും ആരേറ്റെടുക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ എന്തുള്ളവണം? ഒരുക്കമുള്ളവരായി. മടുത്തു പോകാതെ പരാതി പറയാതെ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവണം. തയ്യാറെങ്കിൽ
ദൈവം ഒരു നിമിഷം വരും, ഒറ്റ നിമിഷം കൊണ്ട് നീ അനുഭവിച്ച വർഷങ്ങൾ കൊണ്ട് അനുഭവിച്ച വേദനയെല്ലാം ആരെടുത്ത് കളയും? കർത്താവ് എടുത്ത് കാറ്റും. ദൈവം നിനക്ക് മറുപടി തരും. യഹോവ എനിക്ക് ഇടയനാണെങ്കിൽ സ്വസ്ഥതയോടെ സന്തോഷത്തോടെ എനിക്കൊരു അനുഗ്രഹപ്പെട്ട ജീവിതം ദൈവം തരും. അടുത്തത്, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, നീതി മാർഗത്തിൽ കൂടെ അവൻ എന്നെ നടത്തുന്നു. അനീതി കൂടല്ല ദൈവം സമ്പത്ത് തരുവാൻ ആഗ്രഹിക്കുന്നത്, അനീതിയിൽ കൂടല്ല അനുഗ്രഹം തരുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം പറയുക, നിന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. നീ അനുഭവിക്കുന്ന ടെൻഷനെ, നീ അനുഭവിക്കുന്ന വേദനകളെ, പ്രയാസങ്ങളെ എല്ലാം ആര് തണുപ്പിക്കുക? കർത്താവ് തണുപ്പിക്കുക. ആരെ ഇടയനാവണം? ക്രിസ്തു എന്റെ ഇടയനാവണം. ദൈവം എനിക്ക് ഇടയനാവണം. ഇടയനാവണമെങ്കിൽ എന്നെ എന്ത് ചെയ്യും? എല്ലാത്തിനകത്തും എന്ത് ചെയ്യും? തണുപ്പിക്കും. ദൈവം ഒരുവനെ ഉയർത്തിയാൽ എന്നും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. കർത്താവേ, ഞാനായിട്ടല്ല ഉയരേണ്ടത്, എന്റെ ദൈവം എന്നെ ഉയർത്തണം. എന്റെ തലമുറയുടെ ബുദ്ധിയിലോ ചിന്തകളിലോ വിദ്യാഭ്യാസത്തിലല്ല ഉയർത്തേണ്ടത്, ദൈവത്താൽ അവരെ ഉയർത്തണം. ആ ഉയർത്തുന്നതിനെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? താക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു വാക്കിലൂടെ ഞാൻ പറയാം. സ്തോത്രം. പത്രോസിന്റെ അടുത്തോട്ട് യേശു വരുമ്പോൾ പത്രോസ് രാത്രി മുഴുവനും എന്ത് ചെയ്തേക്കുക? അധ്വാനിച്ചിട്ട് ഒന്നും ഇല്ലാത്തവരായിരിക്കും. നമ്മളെ അവസ്ഥയാണ്. ഒന്നും ഇല്ലാതിരിക്കുക, വട്ടപൂജ്യത്തിരിക്കുക. എവിടെ ഇരിക്കുക? നമുക്കെല്ലാം ദൈവം തന്നിട്ടുണ്ട്, എങ്കിലും പറയുക വട്ടപൂജ്യത്തിനകത്തിരിക്കുക. ആരാ? നമ്മൾ കർത്താവിനെ അറിഞ്ഞപ്പോഴെല്ലാം തരാൻ തുടങ്ങിയത്. എങ്കിൽ പത്രോസിന്റെ അടുത്തേക്ക് ദൈവം വരുമ്പോൾ പത്രോസ് രാത്രി മൊത്തം അധ്വാനിച്ചിട്ട് ഒന്നുമില്ലാത്തവനായിട്ടിരിക്കും. എന്നിട്ട് അവൻ വല കഴിയുമോ? അവൻ പോകാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കും. യേശു വന്നു പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് വല ഇറക്കാം. പത്രോസ് എടുത്തുവായി പറഞ്ഞു, നാഥ, രാത്രി മൊത്തം അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല. രാത്രി മൊത്തം അധ്വാനിച്ച് ഒന്നും ലഭിച്ചില്ല. എങ്കിലും നിന്റെ വാക്കിൽ ഞാൻ വലയിറക്കാം. നമ്മളത് എന്ത് പറയും? ഇന്നത്തെ ദൈവജനം എന്ത് പറയും? ഇന്നത്തെ ദൈവജനം എന്ത് പറയും? കരയിലായിട്ട് നാദാന്നെല്ലാം നമ്മൾ പറയും. എന്ത് പറയും? യേശുപതന്റെ പറയും, എനിക്ക് ഈ മീനെ കുറിച്ച് മൊത്തം അറിയാവുന്നേ, ഈ കടലിന്റെ മൊത്തം കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നേ. ഇന്നലെ രാത്രി ഞാൻ ഇടേണ്ടതെല്ലാം ഇട്ടു നോക്കി, എന്നിട്ട് കിട്ടാത്ത ഇപ്പൊ എന്തുവാ? ഇപ്പൊ ഞാൻ ക്ഷീണിച്ചിരിക്കാൻ, വീട്ടിൽ പോയിട്ട് നാളെ വരാം. ഇങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് സന്തോഷത്തിൽ പോകുമ്പോൾ പ്രതികൂലം വന്നാൽ ഉടനെ നമ്മളെ പ്രാർത്ഥനയെല്ലാം നമ്മൾ അങ്ങ് മടക്കി. അപ്പോഴാരെങ്കിലും ചോദിക്കുക, നിന്റെ 8 മണിയിൽ നീ പ്രാർത്ഥിക്കുന്നില്ലേ? ഓ, ഇന്നൊന്നും പ്രാർത്ഥിക്കുന്നില്ല ഇല്ലയോ? നമ്മളെ പ്രാർത്ഥനയിൽ അങ്ങ് മുടങ്ങും. ഞാൻ അതിനകത്തല്ല ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ആഴ്ച ഇവിടെ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ദാനിയേലിനെല്ലാം ഒരു സമയമുണ്ട്. ദാനിയേൽ ദിവസവും 3 നേരം ഈശ്വരനെ നോക്കി പ്രാർത്ഥിക്കും. മരണം മുഖാമുഖം വന്നു. മരണം സ്തോത്രം, അവിടുത്തെ രാജാവിനെ അല്ലാതെ വേറെ ആരെയും സ്തുതിച്ചോ പ്രാർത്ഥിക്കാനോ ഇരിക്കല്ലേ എന്ന് ദാനിയേലിന് നിയമപ്രകാരമായി ഓർഡർ വന്നിട്ട് പോലും ദാനിയേൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. ദാനിയേൽ അപ്പോഴും അവരോട് പറഞ്ഞില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നു. ദാനിയേൽ പറഞ്ഞു. ദാനിയേൽ പതിവ് പോലെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. മരണോ വന്നേ, സിംഹകൂട്ടി പോയി വീഴേണ്ട വന്നു. പക്ഷേ ആ മരണത്തെ അവൻ കീഴ്പ്പെടുത്തി, അവൻ ജയിച്ചു. എങ്ങനെ ജയിച്ചു? അവന്റെ പ്രാർത്ഥനയാണ്. ഇല്ലയോ? പ്രാർത്ഥനയാണ്. അടുത്തത് ശീലാസും പൗലോസും കാരാഗത്തിനകത്തായി. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു വാക്യമുണ്ട്, പതിവ് പോലെ അവർ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ കൈയും കാലും കഴുത്തുമെല്ലാം ആമത്തിൽ ഇട്ടിട്ട് പോലും കാരാഗത്തിനകത്ത് കിടക്കുമ്പോഴും കൈയും കാലും വരെ കെട്ടിവെച്ചേക്കുക, അനങ്ങാൻ വയ്യ. പക്ഷേ അവർക്ക് ഈ അവസ്ഥയൊന്നുമല്ല പ്രശ്നം. അവരെന്ത് ചെയ്തു? പതിവ് പോലെ സമയമായപ്പോ അവർ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി.
നമ്മൾ ആരാധിക്കും. ഒരു നെഗറ്റീവ് വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരാധിക്കുവോ പ്രാർത്ഥിക്കുവോ? പറ. ഇന്നിവിടെ കയറി വന്നപ്പോ തന്നെ ഞാൻ ഒരു നെഗറ്റീവായിട്ടൊരു കാര്യം പറയുക, നിങ്ങൾ ആ തെറ്റിനെ പറയുക. അന്നത്തെ ദിവസം നിങ്ങൾ ആരാധിക്കില്ല, മോന്തേ നിർമ്മിച്ച് എന്നെ കടിച്ചു നിന്ന് ദേഷ്യം തീരുന്നവരെ എന്നാലും അങ്ങനെ പറഞ്ഞു. പിന്നെ ആയിരിക്കും ചിലപ്പോ ആ പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആയിരിക്കും ചിന്തിച്ചിട്ടായിരിക്കും ചിലപ്പോ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഇങ്ങനെല്ലാം പറയും. ആരാധിക്കത്തില്ല. ആരാധിക്കൂ? ആരാധിക്കത്തില്ല. ആ മോന്തയുടെ ഷേപ്പ് ഇതുവരെ മാറത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ട് എനിക്ക് കാണാം മുഖത്തിന്റെ ഷേപ്പ് എന്ത് വന്നു. സ്തോത്രം. എന്നെ കടിച്ചിരുന്ന ദേഷ്യമാണെന്ന് എനിക്കറിയാം. പ്രസംഗിക്കുമ്പോൾ ഞാൻ കുറ്റം പറയട്ടെ, ഇപ്പൊ എന്നെ കടിച്ചിരുന്ന ദേഷ്യം വരും. പിന്നെ ഒന്നും ഏറ്റെടുക്കത്തില്ല. പിന്നെ ഉണ്ടെന്ന് എനിക്ക് വേണ്ട, പെട്ടെന്ന് സമയം കഴിഞ്ഞാൽ മതി, പോയാൽ മതി. സ്തോത്രം. പിന്നെ എനിക്ക് ചിലപ്പോൾ ചിന്തിക്കുന്നത്, അതുകൊണ്ടാ പറഞ്ഞേ ഈ മെസ്സേജെല്ലാം രണ്ടാമതും മൂന്നാമതെല്ലാം കേൾക്കുമ്പോഴേ ചിലതെല്ലാം മനസ്സിലാക്കി കിട്ടുന്നത്. ഇപ്പൊ ഇവിടുന്ന് കേൾക്കുന്ന പോലല്ല. രണ്ടും മൂന്നും മറ്റോ കേൾക്കുമ്പോഴായിരിക്കും ചില വാക്കുകൾ എന്ത് ചെയ്യുന്നേ എനിക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്നേ. പ്രതികൂലം വരട്ടെ, പ്രയാസം വരട്ടെ, പ്രാർത്ഥന പറയും. രോഗം വരട്ടെ, പ്രാർത്ഥന പറയും. ഞാൻ 2 ദിവസം പനി പിടിച്ച് കിടന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒന്നേ ഉള്ളൂ, എനിക്ക് ഞായറാഴ്ച പോണം, എനിക്ക് പോയേ പറ്റൂ, എനിക്ക് ആരാധിച്ചേ പറ്റൂ, എനിക്ക് പ്രസംഗിച്ചേ പറ്റൂ, എനിക്ക് അന്ന് ദൂത് തന്നേ പറ്റൂ. അതിന് തടസ്സമായി എന്റെ ശരീരത്തെ ബന്ധിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, തുടങ്ങുമ്പോൾ എനിക്ക് ബലം തന്നാൽ മതി, അതുവരെ എനിക്ക് ബലം വേണ്ട. അതുവരെ ബലമില്ലായിരുന്നു. ഇവിടെ കിടക്കണമെന്നെല്ലാം പറഞ്ഞു വന്നതാ, വല്ലാത്ത രീതിയിലാണ്. ചർച്ചിനകത്ത് എങ്ങനെ കിടക്കുന്നത്? എങ്ങനെ ചർച്ചിനെ ഭയപ്പെടുന്നവൻ ചർച്ചിനകത്ത് എന്തെയ്യത്തില്ല, കിടക്കത്തില്ല. ചർച്ചിനെ പേടിക്കും. ചർച്ചിനകത്ത് ആരിറങ്ങിയേക്കുക? കർത്താവ് ഇറങ്ങി നിൽക്കുക. ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്ന അവിടെ കർത്താവ് ഇറങ്ങിയേക്കുക. ആ ചർച്ചിനകത്ത് നമുക്ക് കിടക്കാൻ തോന്നുമോ? പക്ഷെ നമ്മൾ തീരുമാനം എടുക്കണം. കിടന്നാലും ഞാൻ അവിടെ കേൾക്കും, തീരുമാനം എടുക്കും. അപ്പോഴെന്ത് ചെയ്യും? ഉണർന്നിരിക്കാനുള്ള കൃപ ദൈവം തരും. ഒരു ദിവസം സാക്ഷ്യം പറഞ്ഞല്ലോ, പത്തഞ്ചേട്ടൻ സാക്ഷ്യം പറഞ്ഞത്, ഇവിടുന്ന് കിടക്ക അപ്പുറത്ത് പോയതാ. കിടക്കാൻ പറ്റിയോ? സൗഖ്യത്തോട് പുറത്തു പോവാം. നമ്മൾ കിടന്നായാലും പോവും. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം ഏത് സെക്കൻഡിൽ അത്ഭുതം ചെയ്യുന്ന തരത്തില്ല. നമ്മളെ ഹൃദയം ചിലപ്പോൾ നമ്മള് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എപ്പോഴും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ചില സമയത്ത് നമ്മൾ പോലും അറിയത്തില്ല, മണിക്കൂറുകള്, ചിലപ്പം നമ്മൾ 10 മിനിറ്റ് പ്രാർത്ഥിച്ചുള്ളൂ, പക്ഷെ ഏതാണ്ടല്ല നമുക്ക് ലഭിച്ചൊരു ഭാഗ്യം, ആ സാന്നിധ്യം. അതേപോലെ ആ ചില സാന്നിധ്യത്തിനകത്തായിരിക്കും ചില മറുപടി കിടക്കുന്നത്, ചില അത്ഭുതം നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രതികൂലം വരട്ടെ. ഞാൻ ഓർക്കും, പൗലോസ് സീലാസും അകത്ത് പോയത് ദൈവത്തെ ഉയർത്തിയനാ. സ്തോത്രം. ഒരു പെൺകുട്ടിയുടെ മേൽ കിടക്കുന്ന ഭൂതത്തെ പുറത്താക്കിയനാ അവരകത്ത് പോയത്. എന്നിട്ടും വചനം പറയുക, അവര് പതുപോലെ എന്ത് ചെയ്തു? ആരാധിച്ചു. ദാനിയേല് മരണമാകുന്നേ രാജാവിന് വരെ ദാനിയേലിനെ ഭയങ്കര ഇഷ്ടമാണ്. രാജാവിനെ അറിയാം ദാനിയേല് പോയി പ്രാർത്ഥിക്കുന്നു അറിയാം. അല്ല, രാജാവിനടുത്ത് പറഞ്ഞില്ല ഞാൻ പോയി പ്രാർത്ഥിക്കുമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ പതുവായപ്പോ അവൻ പ്രാർത്ഥിച്ചു. സിംഹക്കൂട്ടിനകത്ത് കൊണ്ട് കിടന്നിട്ടും അവന് പേടിയില്ല. കാര്യം എന്തുവാ? അവൻ പതുപോലെ പ്രാർത്ഥിച്ചു. ഇന്ന് പലരും പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് കേൾപ്പിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കേൾപ്പിക്കാനുള്ള പ്രാർത്ഥന ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. നേരത്തെ ഇരുന്ന വചനം പോലെ തന്നെ ഉയർത്തുന്നവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. കർത്താവ് പറയുക, അവര് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എവിടുന്ന്? തെരുവ് കുന്നിൽ പോയി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. വലിയ വലിയ വാക്കുപയോഗിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഉള്ളവരെ ആൾക്കാരുടെ കയ്യടി കിട്ടാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു, ദൈവം കേൾക്കാൻ വേണ്ടിയല്ല. ദൈവം കേൾക്കാനുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും പറയത്തില്ല. പക്ഷെ പറയുന്ന കാര്യത്തിനകത്ത് മൊത്തം ആരുടെ കൃപയുണ്ടാവും? ദൈവത്തിന്റെ കൃപയുണ്ടാവും. ദൈവത്തിന്റെ ശക്തി ഇറങ്ങും. ദൈവത്തിന്റെ മറുപടി അയക്കും. ഇന്ന് പകല് ഞാൻ വിശ്വാസത്താൽ നിങ്ങളെ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പകല് നമ്മുടെ ചില നിരാശയായ ചില വിഷയത്തിനകത്ത് മറുപടി ഉണ്ടെന്ന് ദൈവം എന്നെ ഉറപ്പിക്കുന്ന വചനമായി തരുന്നത്. നിങ്ങളെ പഠിപ്പിക്കുന്ന അതാ. എന്തുവാ? ഇന്ന് നിരാശപ്പെടല്ലേ.
കാലങ്ങളോ ദിവസങ്ങളോ തികച്ചതോന്ന് നിരാശപ്പെടല്ലേ. നീ ഉറപ്പോട് നിൽക്കുന്നുവെങ്കിൽ നിന്റെ വിഷയത്തിനകത്ത് ഏത് സെക്കൻഡിൽ ദൈവം വിടുതൽ തരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. നീ ഒരുക്കമാണെങ്കിൽ ആ ദൈവത്തിന്റെ വിടുതൽ നീ അവര് നമ്മളെ ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ദുഷിക്കുന്നവരും പരിഹസിക്കുന്നവരും നേരെ എന്ത് ചെയ്യും? റൂട്ട് അങ്ങ് മാറ്റി. നമ്മളൊക്കെ ഇന്നലെ വരെ നമ്മളെ ദുഷിച്ച ആളതാ നമ്മളെ പറ്റി നല്ല വാക്ക് പറയുന്നത്, ഇല്ലയോ? അതാണ് ഈ സ്തോത്രം. ലോകത്തിന്റെ ഒരു അവസ്ഥ അതാണ്. ദൈവം ഒരുവനെ ഉയർത്താൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ദുഷിക്കുന്ന പരിപാടി മാറ്റി. അതേപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ സ്തോത്രം വല്ലയിടത്തുനിന്ന് സ്തോത്രം വല്ലവരെ ചതിച്ചു എല്ലാം ഉണ്ടാക്കിയ മുതൽ വെച്ച് നമ്മൾ വലിയ ആളായി കഴിഞ്ഞാൽ എന്നും ആ ഒരു പേര് നമുക്കുണ്ടാവും, ഇല്ലയോ? എവിടെ ചെന്നാലും ആ ഒരു പേര് പുറത്തു വരും. പക്ഷെ ദൈവം നമ്മൾ വെറും കുപ്പയെ കിടന്ന ആളാ, നമ്മൾ ഒന്നിനും കൊള്ളാത്ത ആളാ. ദൈവം നമ്മളെ ഉയർത്താൻ തുടങ്ങിയപ്പോൾ, നമ്മളെ പ്രഭുക്കന്മാരുടെ മധ്യയെ കൊണ്ടിരുത്താൻ തുടങ്ങിയ, മാനിക്കാൻ തുടങ്ങിയപ്പോൾ വേറൊരാൾ ഒരിക്കലും നമ്മളെ ആ രീതിയിലോട്ട് പറഞ്ഞ് കളിയാക്കാൻ പറ്റത്തില്ല. ആര് വാടയ്ക്കും? ദൈവം വാടയ്ക്കും. ദൈവം വാടയ്ക്കും. നമ്മൾ ഒരാളെ തെറ്റ് പറയുമ്പോഴേ വേറെ രണ്ടുപേരും എണ്ണിച്ച് പറയും അങ്ങനല്ല കാര്യം എന്ന് പറയും. ആ തെറ്റ് പറയുന്നതിന്റെ വായ ആരടക്കി? ദൈവം അടക്കി. അതാണ് ദൈവം ഉയർത്തുന്നതിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. അതാ സ്തോത്രം. ആ സങ്കീർത്തനം ഒന്നുകൂടെ വായിക്കാം, ബാക്കി ഭാഗം ഒന്ന് വായിക്കാം, എന്നിട്ട് വേറൊരു ഭാഗത്തിലേക്ക് വരാം. സ്തോത്രം. ദൈവമക്കളെ, ഏറ്റവും കൂടുതൽ ദൈവമക്കൾക്ക് പ്രതികൂലം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ സ്തോത്രം, ഏറ്റവും കൂടുതൽ നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ്. ഇതൊരു 2 വട്ടം വായിച്ചാൽ നിങ്ങളെ വേദനമാണ്. ഒരു താഴെ കൂടെ ഞാൻ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല എന്ന് പറഞ്ഞാൽ, പ്രതികൂലത്തിന്റെയും പ്രയാസത്തിന്റെയും മരണത്തെ വെല്ലുവിളിക്കുന്ന, ജീവനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ കൂടെ നമുക്ക് പ്രതികൂലം വന്നാലും പ്രതിസന്ധി വന്നാലും അതിൽ കൂടെ പോയാൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഭയപ്പെടത്തില്ല. കാര്യം നമ്മളെ കൂടെ ആരുണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ട്? കർത്താവ്. ഇന്ന് ചില പ്രതികൂലത്തിന്റെ, ചില പ്രയാസത്തിന്റെ അവസ്ഥയെല്ലാം പലപ്പോഴും കേൾക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, എനിക്ക് ആ പ്രതികൂലം വരത്തില്ല. കാര്യം എന്നോട് പറഞ്ഞ ദൂത് ദൈവം ഇതല്ല. എന്നോട് പറഞ്ഞ ദൂത് അല്ല. എന്നോട് പറഞ്ഞ ദൈവത്തിന്റെ ദൂതേ എന്റെ ജീവിതത്തിനകത്തുണ്ടായിട്ടുള്ളൂ നിവർത്തിയാണ്. സ്തോത്രം. ഇന്ന് ഈ വിശ്വാസ കോളത്തിനകത്ത് പണ്ടല്ല എന്ന് പറഞ്ഞാല് നമ്മൾ ആത്മീയ വർധനയെ കുറിച്ച്, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് ചെയ്യാൻ പോകുന്ന ദൂതിനെ കുറിച്ച് നമ്മൾ ഒരു ദൈവപൈതലിനോട് ഷെയർ ചെയ്യുമ്പോൾ ആ ദൈവപൈതൽ ഇരട്ടിയായിട്ട് നമ്മളെ ബലപ്പെടുത്തുവാൻ. ശരിയാ, ഭാരപ്പെടല്ല, നിനക്ക് എന്ത് വന്നാലും മാറില്ല, ഈ ദൂതി തന്നെ പിടിക്കും. ഇന്ന് അങ്ങനെ ബലപ്പെടുത്തുന്നു. നമ്മൾ അവർക്ക് ബലപ്പെടുത്തുന്നു. നമ്മൾ ചെന്ന് പറയുമ്പോൾ, ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മളെ എന്ത് ചെയ്യും? ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യും? നമ്മളെ ഭയപ്പെടുത്തത്തേ. അതൊന്നും ഇപ്പം നടക്കത്തില്ല, ഇപ്പം ഇങ്ങനെയല്ല ഉള്ള രീതി, ഇങ്ങനെ പോയേ പറ്റത്തുള്ളൂ, അങ്ങനെ പോയേ പറ്റത്തുള്ളൂ എന്ന് പറയും. പണ്ട് അങ്ങനല്ല. പണ്ട് സ്തോത്രം, നമുക്കറിയാവുന്ന ഒരു സ്തോത്രം, നമ്മളെ സഭയ്ക്കകത്ത് ഒരു വ്യക്തിയുടെ കുടുംബത്തിനകത്ത് ഒരു വിഷയം വന്നാൽ നമ്മൾ നേരെ പോയി ചെന്ന് എന്ത് ചെയ്യും? അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും. ആ വിഷയത്തിന് മറുപടിയും കൊണ്ടേ എഴുന്നേക്കത്തുള്ളൂ. എന്തെന്ന് പറഞ്ഞാൽ ആ പരിപാടിക്ക് നിൽക്കത്തില്ല. കാര്യം ഈ വിഷയം വന്ന ആർക്ക് വിശ്വാസമില്ല, പിന്നെ എങ്ങനെ വന്ന് പോയി പ്രാർത്ഥിക്കുന്നത്? വിഷയം വന്ന വ്യക്തിക്ക് എന്തുമില്ല. സ്തോത്രം. എനിക്കറിയാം, ഒരു അമ്മാവ് പറഞ്ഞ പോലെ പാമ്പ് കഴിച്ചു, കൊച്ചിനെ പാമ്പ് കഴിച്ചു. സ്തോത്രം. ദൈവമക്കള്, സഭയ്ക്കകത്തുള്ള ദൈവമക്കള് നേരെ വീട്ടിൽ പോയിരുന്നു. ഈ കൊച്ചിന്റെ പാമ്പ് കടിച്ച് സ്തോത്രം ഭാഗത്ത് കൈവച്ചുകൊണ്ട് പാർശ്വ. കൊച്ചിന്റെ അപ്പനും അമ്മയെല്ലാം ഉറങ്ങിപ്പോയി രാത്രി. എങ്കിലും പാർശ്വം അവിടെ വന്നവരും ഉറങ്ങിയില്ല, അവരിന്ന് പാർശ്വ. ഇന്ന് ആ കൊച്ച് വെല്ലുമ്മയായി. അവർക്ക് കൊച്ചുമക്കൾ വരെ. പക്ഷെ ആ വെല്ലുമ്മയ്ക്ക് വിശ്വാസം. ആ വെല്ലുമ്മയ്ക്ക് പാമ്പടി കെട്ടി കൊച്ചായിരുന്നു ഒരു കാലത്ത്. ദൈവം കൊടുത്ത സൗഖ്യമാണ്.
ദൈവം കൊടുത്ത ആരോഗ്യമാണ്. ഇന്ന് മക്കളായി മരുമക്കളായി. പക്ഷെ ഇപ്പം ആ അമ്മാമ്മയ്ക്ക് എന്തില്ല? അവിശ്വാസമില്ല. അമ്മാമ്മ പറയുമ്പോ പറയും, യോ എനിക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു. ഈ പറച്ചിലേ ഉള്ളൂ, ആരുമായിട്ട് ബന്ധമില്ല. ഇന്നത്തെ കാലഘട്ടം അതായി. നമ്മളെ വിശ്വാസത്തോട് ചെന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ധൈര്യപ്പെടുത്തത്തില്ല, നമ്മളെ നിരാശപ്പെടുത്തത്തേ ഉള്ളൂ. സ്തോത്രം. അത് മാറാൻ വേണ്ടിയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കണമെന്ന്. തലമുറ ഇനി ഇങ്ങനല്ല, തലമുറ വിശ്വാസത്തിന്റെ തലമുറ വരണം. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാനുള്ള തലമുറ വരണം. ദൈവത്തിന് പ്രാധാന്യമുള്ള തലമുറ വരണം. ഈ ലോകത്തിലുള്ളത്, ഈ കണ്ടത് കേട്ടതും ഒന്നുമല്ല വിഷയം. ഇതിനപ്പുറത്ത് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ് വില കൊടുക്കുന്ന തലമുറ വരണം. എങ്കിൽ മാത്രമേ ഈ വിശ്വാസം എന്ത് ചെയ്യത്തുള്ളൂ? ചൂട് പിടിക്കത്തുള്ളൂ. വിശ്വാസത്തിന്റെ മഹത്വം. അല്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നം എന്താ അറിയാമോ? ഈ തലമുറ നമ്മൾ വരുന്ന തലമുറ നമ്മളെ രീതിയിലാ, നമ്മളെ ഇപ്പോൾ കാണുന്ന രീതിയിലാ പോന്നെങ്കിൽ ദൈവം ദണ്ഡിപ്പിക്കാൻ തുടങ്ങും. സ്തോത്രം. നിങ്ങൾക്ക് ചരിത്രങ്ങൾ പഠിച്ചു നോക്ക്. പല മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന്, മുസ്ലിം രാജ്യമായതിനു മുമ്പേ ആ രാജ്യങ്ങളെല്ലാം ആരുടെ കയ്യിലിരുന്ന്? ക്രിസ്ത്യൻസിന്റെ കയ്യിലിരുന്ന്. അവര് ദൈവത്തെ വിട്ട് അവര് ഏറ്റവും കൂടുതൽ പാപത്തിലേക്ക് പോയപ്പോഴാ മുസ്ലിം രാജ്യം അവരെ കീഴ്പ്പെടുത്തി, അവർ മുസ്ലിം രാജ്യമായത്. പല രാജ്യത്തിന്റെയും ചരിത്രം പഠിച്ചു നോക്കണം. ആദ്യം അത് യഹൂദന്മാരുടെയായിരുന്നു, ക്രിസ്ത്യാനികളുടെയായിരുന്നു, ദൈവവൈതലിന്റെയായിരുന്നു. ആ ദൈവവൈതലിന്റെ രാജ്യം അവരുടെ കയ്യിൽ നിന്ന് പോകാനുള്ള കാര്യം എന്തുവാ? മ്ലേച്ഛതകൾ കൂടി അവർക്കെല്ലാം അഹങ്കാരമായി, ഞങ്ങളെല്ലാം തികഞ്ഞവരാന്നുള്ള ചിന്തയായി. ഇന്നത്തെ വിശ്വാസം കോളം അതാ. എല്ലാവരും ധാരണ ഞങ്ങളെല്ലാം തികഞ്ഞവരാ, കർത്താവ് ഞങ്ങളെ പോക്കറ്റില്ല. ഒരിക്കലുമല്ല, ദൈവത്തിന്റെ പോക്കറ്റില്ല നമ്മളിരിക്കുന്നത്. നമ്മളെ പോക്കറ്റിലല്ല ദൈവം ഇരിക്കുന്നത്. ചിലവരുടെ ഉള്ളിനകത്തുള്ള അഹംഭാവത അത് മാറണം. ഇന്നത്തെ തലമുറ ആ രീതിയിൽ പോവല്ലേ. തലമുറ കർത്താവിനോട് അടുക്കണം, വിശ്വാസം വർദ്ധിക്കണം. അപ്പൊ വിശ്വാസത്തിനകത്ത് പ്രസംഗിക്കുന്ന, അല്ലെ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്ന, വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവദാസന്മാർ ചുരുക്കമാണ്. അതുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവോട് പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ നിന്നെ ഉപയോഗിക്കും. നീ സമർപ്പിച്ച് ഏൽപ്പിക്കുക, ദൈവം തന്നെ പുറത്തു കൊണ്ടുവരും. കാര്യം എന്തുവാ? ഇന്ന് കുറവാ. അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു കുറവാ. ഇന്ന് മൊത്തം ലാഭത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാ, അനുഗ്രഹത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാ. എങ്കിൽ നീ അനുഗ്രഹപ്പെടണമെങ്കിൽ നീ അതിനെ നോക്കല്ലേ. നീ UK പോകുന്നത്, കാനഡ പോകുന്നതും, അമേരിക്ക പോകുന്നതും, ഗൾഫിൽ പോകുന്നതും ചിന്തകൾ മാറ്റി നീ എന്ത് ചെയ്യണം? ദൈവത്തിന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാ, യേശുവിന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാ. ആ തീരുമാനത്തിൽ ഇറങ്ങുന്നുവെങ്കിൽ ദൈവം തന്നെ ഉപയോഗിക്കും. കാര്യം എന്തുവാ? അങ്ങനെയുള്ളവന്റെ അടുത്തേക്ക് കൊടുക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ തല ഉയർത്തി നോക്കി, കൊയ്യുവാൻ സമയമായി. നിങ്ങൾ യജമാനോട് യാചിപ്പീൻ, കൊയ്ത്തിന് ആളിനെ അയക്കാൻ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വേലയ്ക്ക് ദൈവം ശക്തമായി ഉപയോഗിക്കാൻ ദൈവം ഇറക്കാൻ വേണ്ടി ഇരിക്കുക. ഇന്ന് മൊത്തം ആധുനിക രീതിയിലേക്ക്, ലോകപരമായുള്ള രീതിയിലേക്ക്, ജനപ്രകാരമുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴതിൽ നിന്നെല്ലാം പിന്മാറി ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന ദൈവമേതല്ലേ ആർക്ക് വേണം? ഞാൻ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കുമ്പോൾ, ഇന്നത്തെ മുതിർന്നവരായാലും പ്രായം കുറഞ്ഞവരായാലും 10 മിനിറ്റ് നിങ്ങൾക്ക് ഫ്രീ കിട്ടിയാൽ നിങ്ങൾ ഇതാ ഇല്ലേ? പണ്ട് ബസ്സിൽ പോകുമ്പോൾ നമ്മൾ അടുത്തിരിക്കുന്നവർ സംസാരിക്കുക, റെയിൽവേ സ്റ്റേഷനിൽ പോയി അടുത്തിരിക്കുന്നവർ നമ്മൾ സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുക. ഇന്ന് അപ്പനും മോനും നിന്നാൽ പോലും ചിരിക്കത്തുമില്ല, മിണ്ടത്തുമില്ല. അപ്പം കുറെ പേജ് കണ്ടുകൊണ്ടിരിക്കും, മോനപ്പുറത്ത് വേറെ പേജ് കണ്ടുകൊണ്ടിരിക്കും. സ്വത്രം ഒക്കുകയും ചെവിയിലൂടും രണ്ടെണ്ണം എടുത്ത് വെക്കുകയും ചെയ്യും. പിന്നെ ട്രെയിൻ വന്നാൽ പോലും അറിയുന്നത്, തലേ കൂടെ കയറിയാലും അറിയുന്നു. കാര്യം എന്ത് വന്നു ഇല്ലേ? ഇല്ലാതെ ഇന്ന് വീടിനകത്ത് സംസാരവും ഒരിടയ്ക്ക് ടിവിയുടെ അഡിക്റ്റ് ആയി പോയത് ഇല്ലേ? TV അല്ല ഇതിപ്പോ അഡിക്റ്റ്, ഇത് അഡിക്റ്റ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധി വികസിക്കുന്ന അനുസരിച്ച് അവരെ പാപം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിനകത്തൊരു ഗൂഗിളിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത ഒരു കാര്യം രജിസ്റ്റർ ചെയ്തു, ഞാനൊരു ഫോൺ പുതിയത് വേണം, ഒന്ന് നോക്കിയാൽ മതി. പിന്നെ വരുന്ന മൊത്തം പരസ്യത ഇല്ലയോ? എന്റെ മൈൻഡ് ലാസ്റ്റ് ഞാൻ കടം പേടിച്ചാലും എടുക്കും. ആ രീതിയിലേക്ക് എന്ത് ചെയ്യും? കൊണ്ടുവരും. വേറെ ഓരോ ടയറും ഇട്ടുകൊണ്ടിരിക്കും. ഇതേപോലെ ഓരോ പാപം ചെയ്യിപ്പിക്കുന്നത്, പാപ ചിന്തകൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിമിനൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. പാപങ്ങൾക്ക് പേടിയില്ലാത്തത് നമ്മൾ കേൾക്കുന്നില്ലയോ? വാർത്തകളെല്ലാം കേൾക്കുന്നില്ലയോ? നമുക്ക് തന്നെ ദൈവം
കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിനകത്ത് കണ്ടില്ലേ, 63 വയസ്സുകാരൻ ഭാര്യയെ ഞെക്കിക്കൊന്നിട്ട് കഴുത്തറത്തു. കൊട്ടാരത്തിന്റെ സംഭവം. 63 വയസ്സ് വരെ അയാൾ ഭാര്യയായിട്ട് ജീവിച്ചിട്ട് അയാൾക്ക് ഈ സമയത്താണോ അവരെ സംശയം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ എന്തുവാ? പിശാചിന്റെ കളി, വിളയാട്ടം കൂടിക്കൊണ്ടിരിക്കുക കുടുംബത്തിനകത്ത്. കാര്യം ആവതില്ലാത്തതെല്ലാം കുടുംബത്തിനകത്ത് എന്ത് ചെയ്യുക? വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുക. പണ്ട് അങ്ങനെയല്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണെങ്കിൽ അല്പസമയം കിട്ടിയ പ്രാർത്ഥിക്കും. ഒരു പാസ്റ്റർ വീട്ടിലേക്ക് വന്ന് സംസാരിക്കാൻ വന്ന പാസ്റ്റർ നമുക്ക് ഇച്ചിരി നേരം പ്രാർത്ഥിക്കാന്ന് പറയും. ഇന്നങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊന്നും ഇല്ല. പാസ്റ്ററെ ഇന്ന റിപ്പോർട്ട് അറിഞ്ഞോ? വേണ്ട, ആ റിപ്പോർട്ടിന്റെ കാര്യം കണ്ടോ? ഇത് കാണിപ്പാണ്. അല്ലെ പാസ്റ്റർ നമുക്ക് ഇച്ചിരി നേരം ഈ ദേശത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, പാസ്റ്റർ സഭയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, പാസ്റ്റർ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് കൈ കൊടുക്കുന്ന പാസ്റ്റർമാരില്ല. പാസ്റ്റർമാർ വന്നു കഴിഞ്ഞാൽ പാസ്റ്റർമാരുടെ നീണ്ട മൊത്തം ഇതാ. ഇതിനെപ്പറ്റി, ലോകത്തെ പറ്റി പറയാൻ കർത്താവ് ഓരോ ഭക്തന്മാരെ ഒന്നിച്ചു വിടുമ്പോൾ കർത്താവ് എന്തോ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ എന്നെ പറ്റി പറയും, എന്റെ കാര്യം പറയും. ഇപ്പം തകമണി മകളമണി ഒരു വീട്ടിൽ താമസിക്കും. സ്തോത്രം. ഒന്നിച്ചു കൂടി ഇരിക്കുമ്പോ എല്ലാം കർത്താവ് എപ്പോഴും ആലോചിക്കും, എന്തുവാ ഇവരിപ്പം പ്രാർത്ഥിക്കാൻ പോയിരിക്കും, ഇവരെന്നെ പറ്റി ഇപ്പൊ പറയും. സ്തോത്രം. എന്നെ കുറിച്ച് സ്തോത്രം പറയും. ഇതാ ആരാഗ്രഹിക്കുന്നത്? ദൈവമക്കളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ക്വാളിറ്റി ഇതെല്ലാമാ. പക്ഷെ ഈ ക്വാളിറ്റികളാണ് നമ്മളെന്ന് വരുന്നത്. അതോ നമ്മള് സ്തോത്രം മറ്റുള്ള കാര്യം പറയാൻ നമ്മൾ ഒരുപാട് സമയം എടുക്കും, പ്രാർത്ഥിക്കാൻ ഇച്ചിരി സമയം എടുക്കും. ഇല്ലേ? ഒരു വാക്യോട് വായിക്കാം. സ്തോത്രം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. കണ്ടോ? യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിന് ജനിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ക്രിസ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചിരിക്കുന്നത്. നമ്മൾ വിശ്വസിച്ചെങ്കിലും നമ്മളെ പലപ്പോഴും നമ്മളെ പല അവസ്ഥക്കകത്ത് നമ്മൾ ക്രിസ്തുവിനെ മറന്നു പോകുന്നു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ച് പറയുക, യേശു ക്രിസ്തുവിനെ ക്രിസ്തു എന്ന് വിശ്വസിച്ചവരെല്ലാം ദൈവത്തിന് ജനിച്ചവരാ. നമ്മുടെ വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിനെ ക്രിസ്തു എന്ന് വിശ്വസിച്ച് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. നമുക്ക് പറച്ചേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും പ്രതികൂലം വരുമ്പോൾ ആരിൽ നിന്ന് ജനിച്ചെന്നും വിശ്വസിക്കാറില്ല, ക്രിസ്തുവിൽ നിന്ന് ജനിച്ചെന്ന് വിശ്വസിക്കാറില്ല. അങ്ങനെ വിശ്വസിച്ചായിരുന്നെങ്കിൽ ആ പ്രതികൂലത്തെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ജയിക്കുവാൻ കഴിയുമായിരുന്നു. അടുത്തത്, ദൈവത്തിൽ നിന്ന് ജനിക്കാത്തവൻ, ലോകപരമായുള്ള ചിന്തകൾ സ്നേഹിക്കുന്നവനെല്ലാം ആരിന്നിരിക്കുന്നതാണ്? ദൈവത്തിന് ജനിക്കാത്തവൻ. യേശു ക്രിസ്തുവിനെ കുറിച്ച്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച്, ക്രിസ്തു എന്ന് വിശ്വസിച്ച് ആമികാലിലെ സ്തോത്രം ഇറങ്ങിത്തിരിക്കുന്നവരെല്ലാം ക്രിസ്തുവിന് ജനിച്ചവരാണ്. അത് മാത്രമല്ല, അവർ ക്രിസ്തു ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്യത്തുള്ളൂ? അവർ ചെയ്യത്തുള്ളൂ. നമ്മൾ പറയാം നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജനിച്ചതാണ് എങ്കിൽ ക്രിസ്തു ആഗ്രഹിക്കുന്നത് ആര് ചെയ്യാവും? നമ്മൾ ചെയ്യാവും. നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല എങ്കിൽ നമ്മൾ ക്രിസ്തുവിന് ജനിച്ചവരല്ല. ആണോ? ലോകത്തിന്റെ ചിന്തകൾ പ്രകാരമാണ് നമ്മൾ ജനിച്ചെങ്കിൽ ക്രിസ്തുവിന് ജനിച്ചവരല്ല. നമ്മൾ ലോകപ്രകാരമുള്ള കാര്യങ്ങളെ നമ്മൾ കമ്പയർ ചെയ്താൽ നമ്മൾ ജീവിക്കുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ ആർക്കുള്ളതല്ല? ക്രിസ്തുവിനുള്ളതല്ല. നമ്മളെ വീട്ടിൽ ബൈബിൾ ഉണ്ടെന്ന് പറഞ്ഞോ, നമ്മൾ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞോ, നമ്മൾ ക്രിസ്തുവിന്റെ ആണെന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. നമ്മൾ ആരൊക്കെ ജനിച്ചതല്ല? ക്രിസ്തുവിനാൽ ജനിച്ചതല്ല. ജനിച്ചതായിരുന്നെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടി ജീവിച്ചേനെ? കർത്താവിന് വേണ്ടി ചെയ്യണം. കർത്താവിന് ഇഷ്ടമേ ചെയ്യത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നു, എപ്പോഴും എന്റെ കുടുംബത്തിനകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും മനുഷ്യൻ കാണാനല്ല. ആര് കാണാനാണ്? ക്രിസ്തു കാണാനാണ്. ക്രിസ്തു അറിയാൻ വേണ്ടിയാണ് നമ്മളെ സംസാരം, പ്രവൃത്തി, ചിന്തകൾ. അല്ലാതെ ഇന്ന മനുഷ്യൻ എന്നെ കാണണ്ട. സ്തോത്രം. എനിക്കൊരു കാര്യമുണ്ട്. എന്റെ ദൈവം തന്നിരിക്കുന്ന ആത്മീയ നിലപാടിന് സ്തോത്രം കുറവ് വരുന്ന ഒരു കാര്യത്തിനകത്ത് ഞാൻ ഇടപെടത്തില്ല. ഞാൻ വിട്ടുപോകാൻ, ഞാൻ മാറിയിരിക്കും. അങ്ങനത്തുള്ള കാര്യത്തിനകത്ത് ഞാൻ നിൽക്കത്തില്ല. സുനിത പിന്നെയും അവരുടെ ബന്ധങ്ങളെ ഓർത്ത് ചെയ്യും. സ്തോത്രം.
അയ്യോ അവരെ നീ എപ്പോഴും നാളെ സഹകരിക്കും. ഞാൻ പറയാറുണ്ട്, അവര് സഹകരിക്കുന്നോ സഹകരിക്കാത്ത ഒന്നും അല്ല എന്റെ വിഷയം. എന്റെ വിഷയം ആരെ സഹകരിക്കുന്നതാണ്? ക്രിസ്തു സഹകരിക്കുന്നതാണ്. ഞാൻ ക്രിസ്തുവിനെ പ്രാർത്ഥന കൊടുക്കുന്നത്. ഞാൻ ഇന്നടത്ത് പോയി നിൽക്കുന്നത് ക്രിസ്തുവിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ പോകും. ക്രിസ്തുവിന് ഇഷ്ടമില്ലാത്തത് എന്ത് ചെയ്യത്തില്ല. പണ്ട് ഞാൻ പോയി നിൽക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ രീതിയിൽ എന്ന് പറഞ്ഞാൽ പോയി നിൽക്കുമായിരുന്നു. കാര്യം ഇവരുടെ എല്ലാം ഇഷ്ടങ്ങൾ വേണമായിരുന്നു. ഇപ്പം ദൈവത്തെ കൂടുതൽ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ ഇഷ്ടം കൊണ്ട് ഒരു കാര്യമില്ല. ഉണ്ടോ? എന്റെ മക്കളെ ഇഷ്ടം കൊണ്ട് എന്റെ കാലുവേദന പോകും. എന്റെ കാലുവേദന ആര് പോക്കണം? അത് എന്റെ ശരീരത്തെ അനുഭവിക്കുന്ന വേദന ആര് മാറ്റണം? എന്റെ മക്കൾ എന്നെ ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞിട്ട് പോവും. എന്റെ കർത്താവിനെ ഇഷ്ടപ്പെടണം. അപ്പൊ കർത്താവിനെ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം ആരുടെ പ്രവൃത്തി? എന്റെ പ്രവൃത്തി. എങ്കിൽ മാത്രമേ എന്റെ വിഷയങ്ങൾ ആര് മറുപടി തരത്തുള്ളൂ. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. നമുക്കൊരു പ്രതികൂലം വരുമ്പോൾ പച്ചയ്ക്ക് പറയുക, ഭർത്താവോ ഭാര്യയോ മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ ഒന്നും കാണത്തില്ല. ആരെ കാണത്തുള്ളൂ? കർത്താവ് മാത്രമേ കാണൂ. ഇവരെല്ലാം തള്ളിപ്പറയും. ഇവരെല്ലാം ഇവരുടെ കാര്യങ്ങൾ കഴിയുമ്പോൾ പൊടുതെറ്റി ഇവരുടെ പഠനം പോവും. പക്ഷെ അവിടെ ആരെ കാണത്തുള്ളൂ? കർത്താവ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കർത്താവുമായിട്ടുള്ള ബന്ധം എന്ത് ചെയ്തോണം? കൂട്ടിക്കോണം. കർത്താവുമായിട്ടുള്ള ബന്ധം കൂട്ടിക്കോണം. കർത്താവ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മളെ കരുതും. ഇപ്പൊ എനിക്കൊരു ഉപദേഷ്ടാവുണ്ട്. കുറെ കാലം കഴിയുമ്പോൾ അദ്ദേഹം ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പോയി. എനിക്ക് ഉപദേഷ്ടാവ് ആരാവണ്ടേ? ക്രിസ്തു ആയിരിക്കണം. അപ്പൊ ഒരാൾ പോയാൽ അടുത്ത ആളിനെ നീ ഒരുക്കും. നമ്മൾ അദ്ദേഹത്തിനല്ല പ്രാധാന്യം. ആർക്കാ പ്രാധാന്യം? ക്രിസ്തുവിനെ പ്രാധാന്യം കൊടുക്കുന്നത്. സ്തോത്രം. ആ എഫെസ്യർ ലേഖനം 6:10 ഒന്ന് വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. സ്തോത്രം. ഒടുവിൽ ഞാൻ ഇന്ന് പകല് പറയുക ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന് അവസാനം നമ്മൾ ഏത് ചിന്തകളും ഏത് പ്രവർത്തിക്കും അവസാനം കൊണ്ടുവന്ന് ആരുള്ള അമിത വിശ്വാസം, ആരുള്ള ബലത്തോടെ ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിന്റെ വിശ്വാസത്തിനകത്ത് നമ്മുടെ സകല വിഷയം കൊണ്ടുവെക്കാൻ. നമുക്കൊരു വിഷയം വരുമ്പോൾ ആദ്യം നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കും, എല്ലാം ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചിന്തിക്കും, ലോകപരമായിട്ടെല്ലാം അതിനെ നമ്മൾ കമ്പയർ ചെയ്യും. പക്ഷേ അവസാനം ആരെടുത്ത് കൊണ്ടുവെക്കണം? നമ്മുടെ കുടുംബത്തിനകത്തൊരു വിഷയം വന്നാൽ നമ്മൾ ആദ്യം അത് ചെയ്യും, ലോകപരമായിട്ട് ചിന്തിക്കും, ലോകപരമായുള്ള ബന്ധത്താൽ നമ്മൾ ചിന്തിക്കും. പക്ഷെ ആ ബന്ധത്തിനൊന്നും കഴിയാത്തൊരു വിടുതലുണ്ട്. എവിടെ? കർത്താവിനാണ്. ചിലപ്പോ എനിക്ക് കിട്ടാൻ യോഗ്യതയില്ലാത്ത കാര്യമായിരിക്കും. പക്ഷെ ആര് ചിന്തിച്ചാൽ തരും? ദൈവം ചിന്തിച്ചാൽ തരും. കർത്താവിന്റെ അവസാനം നീ എന്ത് ചെയ്യണം? കർത്താവിനും അവന്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം? ശക്തിപ്പെടുത്തി. നമ്മൾ പലപ്പോഴും ചില മനുഷ്യന്റെ ഉപദേശം കേട്ട് പിന്നെ ആ രീതിയിൽ വാങ്ങിക്കും. അല്ല, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം? ശക്തി പ്രാപിച്ചു. ആ ശക്തി പ്രാപിക്കുന്നവന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തൊടുവാൻ കഴിയത്തില്ല. ഒരു വ്യക്തിക്കും തൊടുവാൻ കഴിയത്തില്ല. നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കാത്തത് കൊണ്ടാണ്. കർത്താവ് പറയാ, ഒടുവിലെങ്കിലും ആ ദൈവത്തിൽ അങ്ങ് ശക്തി പ്രാപിക്കുക. നീ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചിന്തിച്ച് ചെയ്യേണ്ട എല്ലാം ചെയ്തു, ഇനിയെങ്കിലും നീ ദൈവത്തിൽ ഒന്ന് എന്ത് ചെയ്യണം? ഒടുവിൽ എന്ത് ചെയ്യണം? ദൈവത്തിൽ ശക്തി പ്രാപിക്കുന്നുവെങ്കിൽ നിന്നെ ഒരു ശക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തൊടുവാൻ കഴിയുന്നില്ല. അടുത്തത് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ദൈവത്തിന്റെ സർവായുധം ധരിച്ചു കൊള്ളി എന്ന് പറഞ്ഞാൽ പിശാചിനെ തകർക്കണമെങ്കിൽ ദൈവം കൂടെ ഉണ്ടെങ്കിലേ പറ്റും. ദൈവത്തിന്റെ ശക്തിയാൽ മാത്രമേ പറ്റൂ. അപ്പൊ പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വേണം. ആ പിശാചിന്റെ തന്ത്രങ്ങളെ തകർത്ത് ജയിക്കണമെങ്കിലും ആരുടെ ശക്തി വേണം? ദൈവത്തിന്റെ ശക്തി വേണം. അതുകൊണ്ടാണ് പറഞ്ഞ ഒടുവിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പലരും ചിന്തിച്ചു, പല കാര്യങ്ങൾ ചെയ്തു, ഓക്കെ കളാം. ഇനിയെങ്കിലും നിങ്ങൾ ആരെങ്കിലും അമിത ബലത്തിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ അമിത ബലത്തിൽ അങ്ങ് വിശ്വസിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? ദൈവത്തിന്റെ സർവായുധത്തെ ധരിക്കുക. അപ്പൊ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദൈവത്തോട് അങ്ങ് അടുത്തു. ദൈവത്തോട് അടുത്തപ്പോൾ നമ്മളെ മേൽ പിന്നെ ആരുടെ ശക്തിയാ? ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശക്തിയെ ധരിക്കുന്നെങ്കിൽ നമുക്ക് ആരെ ജയിക്കാൻ പറ്റും? നമ്മളെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ, അവന്റെ പ്ലാനുകളെ, അവന്റെ പദ്ധതികളെ, അവന്റെ മുൻവിധികളെ ആർക്ക് തകർക്കാൻ പറ്റും? നമുക്ക് തകർക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആരെ വിശ്വസിക്കണം? കർത്താവിനെ വിശ്വസിക്കണം.
കർത്താവിനെ അങ്ങ് ഏൽപ്പിക്കണം. ഏൽപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജയം പ്രാപിക്കും. ജയം പ്രാപിക്കും. അടുത്തത് നമുക്ക് പോരാട്ടമുള്ളത് ആ. ജഡരക്തങ്ങളോടല്ല, ആ. വാഴ്ചകളോടും ആ. അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും. സ്തോത്രം. നമ്മൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല, വാഴ്ചകളോട്, അധികാരത്തോടെ, അധികാരത്തോടെ, വാഴ്ചകളോടെ. ഇന്ന് ദൈവസഭയ്ക്കകത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന ഒറ്റ വിഷയത അധികാരം, അധികാര മോഹങ്ങൾ, അധികാര മോഹങ്ങൾ, മുഖ്യ സ്ഥാനങ്ങൾ. ഇതിനാ മുഖ്യ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സഭയ്ക്കകത്ത് നിന്ന് സഭ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലോകപരമായുള്ള ചിന്തകളിലേക്ക് സഭ പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയ ചിന്തകളിൽ നിന്ന് ലോകപരമായ ചിന്തയിലേക്ക് സഭ പോകുന്നതിന്റെ കാര്യം എന്തുവാ? അധികാരത്തോടും വാഴ്ചയോടുള്ള ആർത്തിയാണ്. നമുക്ക് അതിനോടാണ് എതിർപ്പ് വേണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ച ഒരു ദൈവമക്കൾ എപ്പോഴും സിമ്പിൾ ആവുക വേണ്ടേ. ഒന്നിനോടൊന്നില്ല, മോഹമില്ല. സ്തോത്രം. ഒരു അധികാരത്തോടും വാഴ്ചകളോടും മോഹമില്ല. അവൻ എപ്പോഴും സ്തോത്രം ബാക്കിലോട്ടാണ് നിൽക്കേണ്ടത്. പക്ഷേ സ്തോത്രം ഇന്ന് നേരെ തിരിച്ച ദൈവസഭ മൊത്തം അധികാരത്തിന്റെ പിന്നെ. അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരെ വിളിച്ച് കേട്ടുന്നു. അത് കയറുന്നതനുസരിച്ച് അവരെന്ത് ചെയ്യുമോ? അത് മുതലെടുത്തോണ്ടിരിക്കുക, ഇല്ലയോ? നാളെ ഒരു വിഷയം വന്ന് അവർ കൂടെ ഇരിക്കുന്നതോ? അവർ മുതലെടുത്തോണ്ടിരിക്കുക. അത് നവിച്ച് അവർ മുതലെടുത്തോണ്ടിരിക്കുക. അത് ദൈവമക്കൾ അറിയുന്നില്ല. യേശുവിന്റെ ദൈവമക്കളെ, ദൈവത്തിന്റെ മക്കളെ ദൈവം കരുതുക, ദൈവം അനുഗ്രഹിക്കും. ഈ അനുഗ്രഹങ്ങളെ മുതലെടുത്തോണ്ടിരിക്കുന്ന ആരാ? ഇവരാ. കാര്യം എന്തുവാ? ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ വാഴ്ചയും അധികാരം ഇവരുടെ ഉള്ളിൽ കയറിയേക്കുക. അതൊരു പിശാചിന്റെ തന്ത്രമാണ്. മനുഷ്യനോടല്ല, ജഡരക്തങ്ങളോടല്ല നമ്മളെ പോരാട്ടം. അധികാരം, സ്തോത്രം, വാഴ്ച, മെയിൻ സ്ഥാനം ഇത് കിട്ടാൻ വേണ്ടിയുള്ള ചിന്തകളെല്ലാം വരുമ്പോ ഓർത്തോണം, ഇതെല്ലാം ആര് കൊണ്ടുവരുന്നതാ? സ്തോത്രം. നമ്മളെ സഭയ്ക്കകത്ത് തന്നെ ചില സ്ഥാനമാനം കൊടുക്കാത്തുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയ ആണോ? ദൈവത്തെ ഭയപ്പെട്ട് കീഴ്പ്പെട്ടിരുന്നായിരുന്നെങ്കിൽ ദൈവത്തെ കീഴ്പ്പെട്ടിരുന്നേ. നമ്മൾ തന്നെ വിളിച്ച് ചില സ്ഥാനങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോ ആ സ്ഥാനമാനത്തിന് കറക്റ്റ് പവർ കൊടുക്കാതിരുന്നപ്പോ ഇല്ലേ ഇറങ്ങിപ്പോയി. കാര്യം എന്തുവാ? ഇത് ഈ ഇറങ്ങിപ്പോയത് രക്ഷപ്പെടുന്നതാണോ? ഇത് എവിടെ ചെന്നാലും ഈ സ്ഥാനം കിടക്കുക. എവിടെ ചെന്നാലും ഇതങ്ങോട്ട് പൊങ്ങും. കുറച്ചാൾ ഉണ്ടായിരിക്കും, പൊങ്ങും. പൊങ്ങി കഴിയുമ്പോൾ അവിടെ തലക്കടിച്ച് താഴെ വരും. കാര്യം എന്തുവാ? ഇതിലും വലിയ അധികാരികൾ അവിടെ ഇരിക്കുക, ഇതിലും വലിയ ആർത്തിയുള്ളവർ ഇരിക്കുക. അതിലോട്ടാ ചെല്ലുന്നത്. വിടുവോ? സ്തോത്രം. അപ്പോഴ് ഈ അധികാരവും ഈ വാഴ്ചയും ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം കൊണ്ടുവരും. ഞാൻ എന്നുള്ള ചിന്ത കൊണ്ടുവരുന്ന എല്ലാം ആരാ? ശത്രുവായ പിശാച്. ഈ പിശാചിനോടാണ് ആർക്ക് വേണ്ടത്? പോരാട്ടം വേണം. ഇത് പോരാടണമെങ്കിൽ എന്ത് വേണം? ദൈവശക്തി വേണം. ദൈവത്തിന്റെ മക്കളെന്നും ദൈവശക്തി എന്നൊന്നും തിരിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പോരാടാൻ പറ്റും. നമ്മളൊന്നും ആഗ്രഹിക്കാത്തതിനപ്പുറത്തായിട്ട് ആരും കൊണ്ടിരുത്തുന്നു? ദൈവം കൊണ്ടിരുത്തും. ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അബ്രഹാം പിതാവ്. എത്ര നന്മ കൊടുക്കുന്നു. ദൈവം പറയുക, ആ തലയൊന്ന് പൊക്കി നോക്ക്. ഈ മണ്ണ് എണ്ണാങ്കിൽ, മൺതരികളെ എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണ നോക്ക്. മൺതരി എണ്ണാൻ പറ്റത്തില്ല. പറ്റുമോ? ആകാശത്തെ നോക്ക്. നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമോ? നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമോ? ഇതുപോലെ നിന്റെ തലമുറ അനുഗ്രഹിക്കും. ഇത് പറയുമ്പോഴും അബ്രഹാമിന് ഒരനുഭവം. അബ്രഹാമിന് അതൊന്നും അല്ല വിഷയം. ദൈവം ഇങ്ങനെ സംസാരിക്കുന്ന പോലെ എപ്പോഴും എന്നോട് സംസാരിച്ചു. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. അതാണ് അബ്രഹാമിന്. അല്ലാതെ അബ്രഹാമിന് സ്വത്തായിരുന്ന ആഗ്രഹമെങ്കിൽ അബ്രഹാം പിതാവ് ഓരോ ആഴ്ച കഴിയുമ്പോൾ വന്നില്ലല്ലോ, നക്ഷത്രങ്ങളെ എണ്ണുന്ന പോലെ വന്നില്ലല്ലോ, സ്തോത്രം, മണലിന് തരികളെ എണ്ണുന്ന പോലെ വന്നില്ലല്ലോ എന്ന് ചോദിച്ചത്. അബ്രഹാം പിതാവിന് ഇതല്ല വിഷയം. അബ്രഹാം പിതാവിന് എപ്പോഴും ആരുമായിട്ടുള്ള ബന്ധമാണ്? ദൈവമായിട്ടുള്ള ബന്ധം. പ്രിയ ദൈവമക്കളെ, അബ്രഹാം പിതാവിന് അറിയാം ദൈവമായിട്ടുള്ള ബന്ധം എപ്പോഴും ഉണ്ടെങ്കിൽ എപ്പോഴും സമാധാനം ഉണ്ടാവും, ഉയർച്ച ഉണ്ടാവും. അടുത്തത് വായിക്കുന്നു, അബ്രഹാമും ലോത്തിനും നിൽക്കാൻ പറ്റാത്ത രീതി സമ്പത്തുണ്ടായി. നിൽക്കാൻ പറ്റാത്ത രീതി ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടാൻ പറ്റാത്ത രീതി അവർക്ക് സമ്പത്ത് കൂടി. സമ്പത്തിന്റെ പിന്നാലെ പോയിട്ടാണോ? സമ്പത്ത് കൊടുക്കുന്നു പറയുന്നത് അതൊന്നും മൈൻഡ് ചെയ്തില്ല. ദൈവം പറയുന്നു അവിടെ പോകാൻ പറയുന്നു, അത് അനുസരിക്കുന്നു. ദൈവം ഇങ്ങനെ ചെയ്യാൻ പറയുന്നു, അത് ചെയ്യുന്നു. അതിനനുസരിച്ച് സമ്പത്ത് ആര് കൊടുത്തോണ്ടിരിക്കുക? സമ്പത്തിന്റെ പിന്നാലെ ഒരിക്കലും ആര് പോയിട്ടില്ല. അപ്പോഴേ ദൈവമക്കളെ, ദൈവത്തെ കേട്ട് ഇറങ്ങി തിരിച്ച് ദൈവം പറയുന്ന പ്രകാരം ഇറങ്ങി തിരിക്കുന്ന ദൈവമക്കൾക്ക് സമ്പത്തുണ്ട്, നന്മയുണ്ട്, അനുഗ്രഹമുണ്ട്, ഉയർച്ചയുണ്ട്. പക്ഷെ ഒരിക്കലും ആ ഉയർച്ചയ്ക്കകത്ത് അഹങ്കരിച്ചു പോകല്ലേ, നന്മയ്ക്കകത്ത് അഹങ്കരിച്ചു പോകല്ലേ. അങ്ങനെ അഹങ്കരിച്ചു പോകുന്നെങ്കിൽ ദൈവത്തിന്റെ നന്മയെ അനുഗ്രഹം ആർക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല? നമുക്ക് പ്രാപിക്കാൻ പറ്റും. നമ്മൾ ദൈവത്തിൽ ജനിച്ചവരാണെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസിക്കും. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്താൽ ജനിച്ചവൻ, യേശു ക്രിസ്തുവിനെ ജനിച്ചവൻ. അപ്പൊ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലോകപരമായുള്ള
വിഷയത്തിനകത്ത് ഇടപെടത്തില്ല. വാഴ്ചയോടും അധികാരത്തോടും അവന് വെറുപ്പായിരിക്കും. അവൻ ഒരിക്കലും അതിന്റെ പിന്നാലെ പോകത്തില്ല. അതൊന്നും അല്ല അവന്റെ വിഷയം. അവന്റെ വിഷയം എപ്പോഴും ആരുമായിട്ടാണ്? കർത്താവുമായിട്ടാണ്. കർത്താവുള്ളവന് എപ്പോഴും താഴ്മയുണ്ട്. കർത്താവുള്ളവന് ഒരിക്കലും അഹങ്കാരമില്ല. ഉണ്ടോ? കർത്താവുള്ളവൻ എപ്പോഴും അതാ കർത്താവ് ഒരു ചെള്ള കാണിക്കുമ്പോൾ മറ്റേ ചെള്ള കാണിക്കുന്നവന് ഇതാ താഴ്മയാണ്. അവിടെ ആള് കാണിക്കൊന്നുമില്ല. കർത്താവുള്ളവൻ എപ്പോഴും താഴും. പ്രേസമോ കർത്താവ് ഇല്ലാത്തവർക്ക് ഈ അഹങ്കാരം. സ്തോത്രം. ആ അഹങ്കാരം കാണിക്കുന്നവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. അടുത്ത വാക്യോട് വായിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. കണ്ടോ, ഈ ലോകത്തിന്റെ അന്ധകാരത്തോടും അന്ധകാര ശക്തിയോടും പിന്നെ സ്വർലോകങ്ങളുടെ ദൃഷ്ടാന്ത സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ സ്തോത്രം. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ദൈവമക്കളെ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ചേ പറ്റൂ. ദൈവത്തിന് ശക്തി പ്രാപിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ ചിലത് നിനക്ക് എന്ത് ചെയ്യത്തുള്ളൂ? വെളുപ്പെട്ട് കിട്ടത്തുള്ളൂ. നിനക്ക് ചിലതിൽ മാറി നിൽക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ദൈവത്തിന്റെ ആന്ന് പറഞ്ഞത് ദൈവത്തിന് ശക്തി പ്രാപിച്ചില്ല എങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റുമോ? ദൈവത്തിന് ശക്തി പ്രാപിച്ചെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന് ശക്തി പ്രാപിക്കണം. പ്രാപിക്കുമ്പോഴാ പാപത്തെ കാണുമ്പോൾ നമുക്കറിയാം പാപം നമ്മൾക്ക് പോകാൻ പറ്റത്തില്ല, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ ഞാൻ കാര്യം പറയട്ടെ, ദൈവത്തെ പൂർണ്ണമായി രുചിച്ചറിഞ്ഞൊരു ദൈവപൈതലിന് ദൈവഹിതമല്ലാത്തൊരു കാര്യത്തിനകത്ത് പോയി കുറച്ചു നേരം പോലും ഇരിക്കാൻ പറ്റൂ. എന്താണ്ടല്ല നമ്മുടെ ഉള്ളിൽ കുറ്റബോധമാണ്. അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തോ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒന്നും അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. അതിന്റെ കാര്യം എന്തുവാ? ദൈവത്താൽ ആവാത്തത് കൊണ്ട് നമ്മൾ ചിലടത്ത് പോയി കഴിഞ്ഞിട്ട് അധികം സംസാരിക്കാത്തൊരു കാര്യം എന്തുവാ? സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മളെ വിഷയമല്ല. അതിനാണ് നമുക്ക് ചേരാൻ പറ്റുന്നില്ല. കാര്യം എന്തുവാ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. ആ ദൈവശക്തി ഉള്ളത് കൊണ്ടാണ്. അത് ദൈവശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് ജയിക്കാൻ പറ്റൂ. ദൈവശക്തി ഇല്ല, ഞാൻ ദൈവത്തിന്റെ പൈതലാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ആമികാലിൽ ശരീരത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പാപം നിറയുന്നിടത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു നിമിഷം എല്ലാവർക്കും എഴുതേക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകലൊന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കട്ടെ. സ്തോത്രം. ഞാൻ ദൈവത്തിന് ജനിച്ചതാണ്. സ്തോത്രം. ദൈവം എനിക്കൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ദൈവത്തിന്റെ ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവന്റെ കുടുംബം പ്രാപിക്കും. അത് പ്രാപിക്കും. നിരാശയുടെ വാക്കുകൾ ഇന്ന് പകലെടുത്ത് കളാൻ. നിരാശയുടെ വാക്കുകളല്ല ഇന്ന് പകലൊന്നും എടുത്ത് കളാൻ. ദൈവസന്നിധിയൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഇനി നിരാശപ്പെടത്തില്ല. എന്തായിത്തീരുമെന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കത്തില്ല. എന്തായിത്തീരും ഇങ്ങനെ പോയാൽ എങ്ങനെയാണെന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കത്തില്ല. ദൈവമേ കർത്താവേ, അപ്പാ പിതാവേ, ഞാനത് പൂർണ്ണമായി ഏറ്റു പറയുന്നപ്പ. ആ ചിന്തകളെല്ലാം ഞാൻ ദൈവസന്നിധി ഏറ്റു പറയുക. എന്നോട് ക്ഷമിക്കണം അപ്പ. അങ്ങനെയല്ല ഞാൻ ചിന്തിച്ച വ്യക്തിയാ, ഞാൻ അങ്ങനെയല്ല സംസാരിച്ച വ്യക്തിയാ. ഇന്ന് പകൽ എന്നോടൊന്ന് ക്ഷമിക്കണേ അപ്പ. ആ ചിന്തകളെല്ലാം എന്നോടൊന്ന് ക്ഷമിക്കണേ അപ്പ. ആ സ്വഭാവമല്ല എന്നോടൊന്ന് ക്ഷമിക്കണേ അപ്പ. ആ സ്വഭാവമല്ല എന്നോടൊന്ന് ക്ഷമിക്കണേ അപ്പ. ഇന്ന് പകൽ പൂർണ്ണമായി ഒന്ന് ഏറ്റുപറ ദൈവസന്നിധി ഒന്ന് ഏറ്റുപറ പൂർണ്ണ ഹൃദയത്തോടെ. അപ്പാ, എന്റെ ആ കുറവൊന്ന് ക്ഷമിക്കണേ അപ്പ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പലപ്പോഴും ഞാൻ പുറപുറത്തിട്ടുണ്ട്, പലപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ഞാൻ ഏറ്റു പറയുക അപ്പ. ഇന്ന് പകൽ പൂർണ്ണമായി ഒന്ന് ഏറ്റുപറ ദൈവമേ, എന്നോടൊന്ന് ക്ഷമിക്കണേ അപ്പ. ആ കുറവ്, ആ തെറ്റ് കണ്ടെന്നെ എന്റെ അനുഗ്രഹത്തിന് അതൊരു തടസ്സമായി തീരല്ലേ അപ്പ. എന്റെ അനുഗ്രഹത്തിന് അതൊരു തടസ്സമായി തീരല്ലേ അപ്പ. എന്റെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായി തീരല്ലേ അപ്പ. എന്റെ തലമുറയുടെ ദൂതിന് അത് തടസ്സമായി തീരല്ലേ അപ്പ. എന്റെ കുടുംബത്തെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന ദൂതിന് തടസ്സമായി തീരല്ലേ അപ്പ. എന്തെങ്കിലും തടസ്സമായിട്ട് ഇന്ന് പകലുണ്ടെങ്കിൽ ഇന്ന് പകൽ അതെല്ലാം ഒന്ന് അഴിഞ്ഞു മാറണേ. ആ ദൈവത്തിന്റെ വാഗ്ദത്തം എനിക്കൊന്ന് പ്രാപിക്കുവാൻ കഴിയണം. ആ ദൈവത്തിന്റെ ദൂത് എനിക്കൊന്ന് പ്രാപിക്കുവാൻ കഴിയണം. ആ ദൈവത്തിന്റെ ശബ്ദം എനിക്കൊന്ന് അനുഭവിക്കാൻ കഴിയണം. ആ ദൈവത്തിന്റെ അമിത ബലം പ്രാപിക്കുവാൻ, ദൈവശക്തി പ്രാപിക്കുവാൻ, സർവായുധം ധരിക്കുവാൻ, ശത്രുവായ പിശാചിന്റെ കോട്ടകളെ തകർത്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയിച്ചൊന്ന് പുറത്തു വരുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് പകലൊന്ന് വെളിപ്പെടണേ. ദൈവത്തിന്റെ ആലോചനയുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടണേ. ദൈവത്തിന്റെ ദൂതന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടണേ. ദൈവത്തിന്റെ വാഗ്ദത്തം എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടണേ. അത്ഭുതങ്ങൾ എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടണേ. അനുഗ്രഹങ്ങൾ എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടണേ. യേശുവേ, ഇത് പകല ദൈവത്തിന്റെ ദൂതന് വെളിപ്പെടട്ടെ കർത്താവേ. എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ, എല്ലാ പ്രതിസന്ധികളും മാറട്ടെ. ഇത് ദൈവാത്മാവിന്റെ
ശക്തമേറിയ കരം തൊടട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, ഇന്ന് വേദനപ്പെടുന്ന ചില വിഷയത്തിനകത്ത്, പ്രയാസപ്പെടുന്ന ചില വിഷയത്തിനകത്ത് യേശുവിന്റെ മറുപടി ഇന്ന് പകരം വെളിപ്പെടാട്ട്. ഇന്ന് യേശുവിന്റെ മറുപടി ഇന്ന് പകരം വെളിപ്പെടാട്ട്. ആ ദൈവത്തിന്റെ ചില ദൂതുകൾ വെളിപ്പെടാട്ട്. ദൈവം